പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്റർ, പ്ലീസ്? ആരാ വിളിക്കുന്നത്? റേച്ചൽ ജോർജ്. റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേക വിഷയം വല്ലതും ഉണ്ടോ, അതോ രോഗമാണോ? പാസ്റ്റർ, ഞാന് കുറച്ചു നാളായിട്ട് എലോൺ ആണ് വീട്ടില്. പല കംപ്ലൈന്റ്സ് ഹസ്ബൻഡ് കടന്നുപോയി കഴിഞ്ഞപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു. പല മെഡിസിനും കഴിക്കുന്നുണ്ട്. ഡോക്ടർ തന്ന ഒരു മെഡിസിൻ കഴിച്ചപ്പോ ഇരട്ടി ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ഒക്കെ കാണിക്കുന്ന ഒരു മെഡിസിൻ അല്ല കഴിച്ച, പല മെഡിസിൻ ഇങ്ങനെ കഴിക്കാത്ത കുമ്പിളി കഴിക്കുന്ന പോലെ മെഡിസിൻ കഴിച്ച വ്യക്തിയാണ്. പിന്നെ മുട്ട ആണെങ്കിൽ ലിഗമെന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ അതുകൊണ്ട് ബെഡിൽ തന്നെയാണ് ഇരുന്ന് നേരെ കാല് മടക്കി വെക്കാനോ നീരായിട്ട് സൗകര്യം കൊണ്ട് പ്രാർത്ഥിച്ച് ഇപ്പൊ സൗകര്യം എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? നടക്കുന്നുണ്ട്. ദൈവം നടത്തുന്നു. പിന്നെന്താ വിഷയം? എന്താ നിങ്ങൾക്ക് മുട്ട് വലതുകാലാണോ ഇടതുകാലാണോ? വലതുകാല്. പെയിനും സ്വെല്ലിങ്ങുമായിട്ട് ഇത് നീര് കാണുന്നുണ്ട്. നീര് ശരിയാണോ? നീരുമുണ്ട്, പെയിനും ഉണ്ട്. മന്ത് പോലെ ബന്ധനങ്ങൾ അഴിയുന്നു യേശുയുടെ നാമത്തിൽ. നിങ്ങളെ ദൈവമക്കളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ച് സൗകര്യം പ്രാർത്ഥിച്ച് നിങ്ങൾ അവിടെ ആയിരിക്കുന്നവരെല്ലാം പക്ഷെ ഐക്യതയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ദ നെയിം ഓഫ് ജീസസ്. സഹോദരിമേലുള്ള ബന്ധനം അഴിയട്ടെ. ഇപ്പോൾ ഈ സഹോദരിമേലുള്ള ബന്ധനം അഴിയട്ടെ. ദ നെയിം ഓഫ് ജീസസ്. മെഡിസിൻ കഴിക്കുന്ന സ്റ്റോപ്പ് ആകട്ടെ. കുന്നുകണക്കിന് കർത്താവെ ഇങ്ങനെ കൈക്കുമ്പിളിനകത്ത് മെഡിസിൻ കഴിക്കുന്ന പോലെ കഴിക്കുന്നു. അത് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മാറട്ടെ. ശരീരത്തെ നീരുകൾ മാറട്ടെ. സെറ്റ് ഫ്രീ ആകട്ടെ കർത്താവെ. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ ഇപ്പോൾ തന്നെ. സൗഖ്യമാകട്ടെ. സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ടച്ച്, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ടോ? ഒരു ടച്ച് ആത്മാവിന്റെ സൗകര്യം ഉണ്ടോ? അവിടെ ലൈനിലുണ്ടോ? ഞാൻ റൈച്ചൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ റൈച്ചൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? മൈക്ക് ഒന്ന് ഓൺ ചെയ്ത മൈക്ക്. ഹലോ, എനിക്ക് ജീസസിന്റെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. That means healing going on. നിങ്ങൾ റിസീവ് ചെയ്യും. Thank you Jesus. ഞാൻ പറഞ്ഞതിന്റെ മൈക്ക് ഓഫ് ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കും, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാം. സൗണ്ട് അവിടുന്ന് സൗണ്ട് വന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അവിടെ പറഞ്ഞത് ദ നെയിം ഓഫ് ജീസസ്. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫ്രീ ആകട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്. ശരീരം മുഴുവൻ ദൈവസ്ഥാനത്തിൽ മറങ്ങുന്നു. ഒരു കുളിര് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലേ? പറഞ്ഞാലും ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് പോലെ, തണുപ്പ് പോലെ. എങ്ങനെയാണ് ടച്ച് അനുഭവിക്കുന്നത് പറയാവോ? ഒരു ചെറിയ ചൂട്. That means a healing going on. അതായത് നിങ്ങൾ കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും പറഞ്ഞ കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കുന്ന സ്തോത്രം. സംശയം ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കും സൗഖ്യമായില്ലെന്ന് പറയും. പക്ഷെ അർത്ഥം എന്താ പറയാ? സൗഖ്യമാക്കിയിട്ടുണ്ട്. എപ്പോഴും പ്രൈസ് ചെയ്യുക, കർത്താവ് എന്നെ സൗഖ്യമാക്കാനായ നിങ്ങൾ ഒരു ദിവസം 5-10 മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു 1000 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല. പറയാ കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കാനായ സ്തോത്രം, കർത്താവിനെ തൊട്ടനായ സ്തോത്രം, എന്നെ ഫ്രീ ആക്കിയനായ സ്തോത്രം. ഞാനൊരു വെളിപ്പാട് പറയട്ടെ. പണ്ടുള്ള കുഞ്ഞുങ്ങള് കണ്ടിട്ടുണ്ടോ? പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ പണ്ടത്തെ കാലത്ത് കക്ക കളിക്കുന്നുണ്ടോ? കളം വരച്ചിട്ട് ഇങ്ങനെ എന്താണ് ആരോഗ്യമാണ് കളിക്കണമെങ്കിൽ, അല്ലേ? അതുപോലെ കർത്താവ് പറയുന്നത് ഞാൻ നടത്തും. ജില്ല പോലെ നാക്കുമെന്ന്. ഞാൻ പ്രയാസം ഇല്ലാതെ ഞാൻ ചാടി എണ്ണിച്ചു. നടക്ക സ്വതന്ത്രം പറ. അല്ല, എനിക്ക് സപ്പോർട്ട് വേണമായിരുന്നു. സപ്പോർട്ട് വേണ്ട, യേശു ഉണ്ട് സപ്പോർട്ടിന്. വേദന ഇല്ല ഇപ്പം മുട്ടന്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നടക്കുവാ ഞാൻ. എഴുന്നേറ്റ് ഒന്നൂടെ എല്ലാരും കാണട്ടെ. എല്ലാവരും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായ സ്തോത്രം. അവന്റെ തിരുവചനം പങ്കുവെക്കുന്നതിന് വേണ്ടി ഷിനോ പാസ്റ്റർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമല്ലോ അല്ലേ? ആമീൻ ആമീൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും.
നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഭിത്തിയോട് സംസാരിക്കുന്നവരെ പോകും. കാരണം ഇവിടെ എല്ലാം ബ്ലാക്കാണ്. ആമേൻ. പക്ഷേ സന്തോഷമായിരിക്കുന്നല്ലോ. ദൈവകൃപ. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ, നമുക്ക് ആയ സ്ഥാനത്ത് എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തിയാലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്നെ കാണാത്തൊരു പുതിയ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1-2 പ്രാവശ്യം ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. കർത്താവിനെ ദാസൻ ക്ഷണിച്ച് ഞാനവിടെ വരികയും നിങ്ങൾക്ക് വേണ്ടി അല്പസമയം വചനം പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ. അവിടെ നമ്മൾ ആയ സ്ഥാനത്ത് അല്പസമയം അന്യഭാഷയുള്ളവർ അന്യഭാഷ സംസാരിക്കുക. അന്യഭാഷയില്ലാത്തവർ അല്പസമയം അല്ലാതെ പ്രാർത്ഥിച്ചാലും മതി. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ പേഴ്സണാണ്, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണല്ലേ, അപ്പോൾ യേശു തന്നെയാണ്. അപ്പം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ബോഡി ഇല്ലാതെ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം 33.5 വയസ്സുകാരൻ കർത്താവ് 33.5 വയസ്സ് വരെ കർത്താവ് ബോഡിയോടുകൂടി ജീവിച്ചു. അതായത് നമ്മളെ കാണുന്ന പോലെ, നിങ്ങളെ കാണുന്ന പോലെ, നിങ്ങൾ പോയി കണ്ണാടി നോക്കി അങ്ങനെ ഇരിക്കും, അതുപോലെ ആ കർത്താവ് ജീവിച്ചല്ലേ. അപ്പോൾ ബോഡി ഉണ്ടായിരുന്നു. ബോഡി ഉള്ളതുകൊണ്ട് കർത്താവ് എന്താണ്, പരിമിതികളുണ്ടായിരുന്നു. കൂടി വന്നാൽ കുറച്ച് ദൂരങ്ങൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, കുറച്ച് ആളുകളിലായിരിക്കാൻ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, കർത്താവ് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലോട്ട് അങ്ങ് കയറി അല്ലേ, തേജസ്കരിക്കപ്പെട്ടങ്ങ് പോയി. അപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ യേശു ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ യേശു അയച്ചു തരുവാനിടയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നെയാണ് അല്ലേ. അപ്പോൾ യേശുവിനെ നമ്മുടെ ഉൾമുറിയിലോട്ട് വിളിക്കണം. അപ്പോൾ ഒരു നിമിഷം എല്ലാവരും ഉൾമുറിയിലോട്ട് വിളിച്ചേ. ഇപ്പം എനിക്കിവിടെ ഉണ്ട്, ഓൾറെഡി പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ആ പ്രസൻസ് ഉണ്ട്. നമുക്ക് പറഞ്ഞ് വിളിച്ച് വരുത്തിയെങ്കിൽ മാത്രമേ പ്രസൻസ് വരത്തുള്ളൂ. ഹോളി സ്പിരിറ്റ്, യു വെൽക്കം ഹിയർ, യു വെൽക്കം ഹിയർ. കർത്താവെ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഉൾമുറിയിലോട്ട് അങ്ങേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഷീ ബാബാ ബാബാ നഷാം ദൽഖമ. അന്യഭാഷയുള്ളവരെല്ലാം അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിച്ചാൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, the name of Jesus. Hallelujah. എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അവിടെ മനസ്സിലാകുന്നുണ്ട്? അത് കരവീർത്തി ഉള്ളവർ. താങ്ക് യു പാസ്റ്റർ. വേറെ ആരൊക്കെ എനിക്ക് ചിലരെയൊക്കെ കൈ കാണുന്നുണ്ട്. എന്നാലും ഇല്ലാത്തവരൊന്നുകൂടെ പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവിനെ വിളിച്ചേ വരാൻ പറ. നിങ്ങളുടെ റൂമിലോട്ട് വരാൻ പറ. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുറിയിലോട്ട് വരുന്നതായിട്ട് എന്നെ കാണിക്കുന്നുണ്ട്. ലൈക്ക് നല്ല വെള്ളച്ചാട്ടം എങ്ങനെ വരുന്നു അതുപോലെ നിങ്ങളുടെ മുറിയിലൂടെ കടന്നു വരട്ടെ. നിങ്ങളുടെ മുറിയിലൂടെ കയറി, നിങ്ങളിരിക്കുന്ന സ്ഥാനത്തൂടെ കയറി നിങ്ങളുടെ വീട് മുഴുവൻ പരിശുദ്ധാത്മാവോട് നിറയട്ടെ. നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വരട്ടെ. നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ദൂതന്മാരെ കയറി ഇറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്, ഐ ഗിവ് യു ഓൾ പ്രൈസ് ആൻഡ് ഗ്ലോറി. യു ആർ കിങ് ഓഫ് കിങ്. അങ്ങ് രാജാതി രാജാവാണ്. അങ്ങ് സർവശക്തനായ ദൈവമാണ്. അങ്ങ് സർവശക്തനും. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ രാജാവാകുന്നു, ഞങ്ങളുടെ കർത്താവാകുന്നു, ഞങ്ങളുടെ എല്ലാം ആകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ഹാലെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചത്. Sound of heaven, like the sound of many waters, come the worship coming from Rome. There are cries of adoration. Yes. As men from every nation lift their voice to make known, sing, oh yeah, 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 alone. Holy, holy, holy are you, Lord. Hills and angels bow, ready
worship you now. Holy, holy, holy are you, Lord. Come on, all together, yeah. Sing with me. Yes. Holy, holy, holy are you, Lord. Angels bow, worship you now. Holy, holy, holy are you, Lord. Yes. Holy, 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 holy are you, Lord. Hails and angels bow, Mary, worship you now. Holy, 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 thank you, Lord. I love you, Jesus. I worship you, Jesus. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇതാണ്: ന്യൂ ബിഗിനിങ്സ്. ന്യൂ ബിഗിനിങ്സ്. അപ്പൊ അതിന്റെ റീകൺഫർമേഷൻ, അതായത് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ചപ്പം പറയാനിടയായ വാക്യം, വാക്യം കർത്താവ് പറയാനുണ്ട്: പുതിയത്, ന്യൂ ബിഗിനിങ്, ഒരു പുതിയത്. ഹല്ലേലൂയ. ഇത് പകല് പഴയതെല്ലാം നമ്മൾ മറക്കണം. നിങ്ങൾ ഈ ശനിയാഴ്ച രാവിലെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വെള്ളിയാഴ്ച രാത്രിയാണ്. പഴയതെല്ലാം അങ്ങ് മറക്കണം. നമുക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഭിത്തിയെല്ലാം അഴുക്കാവും, അല്ലെ? നമ്മുടെ വോൾ, കാരണം കൈ പിടിച്ചും പിള്ളേര് അഴുക്ക് പറ്റിച്ചും ഒക്കെ അഴുക്കാവും. കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നല്ല പെയിന്റിങ് അടിക്കും, നല്ല കളർഫുൾ പെയിന്റ് അടിക്കും. കളർഫുൾ പെയിന്റ് അടിക്കുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ വീട് നല്ല പുതിയത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ അടിക്കുന്ന ഭാഗം നല്ല പുതിയതാവും. ഇപ്പം നമ്മുടെ കാറായാലും ശരി, നമ്മുടെ സൈക്കിളായാലും ശരി, എന്തായാലും, അല്ലേ? അപ്പൊ ഇന്ന് രാവിലെ നിങ്ങളെ ഒരു പുതിയതാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കും. ഞാൻ പറയുന്നത് ദൈവസ്ഥലത്ത് ഇരുന്ന് ദൈവം തരുന്നത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് എനിക്കതിനോട് പറയാനുള്ളത്. അപ്പൊ അതിനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാത്മാവ് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ദൂതുകൾ എന്ന് പകൽ അറിയിക്കും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാവങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എബ്രായ ലേഖനം 8:12 നമ്മൾ വായിച്ചത്. നമുക്ക് ചിന്തിക്കാം, എങ്ങനെ ചിന്തിക്കാം? ഹൗ ഡസ് ജീസസ് മേക്ക് അസ് ന്യൂ? അതായത് കർത്താവ് എങ്ങനെയാണ് നമ്മളെ പുതിയതാക്കുന്നത്? അതാണ് നമുക്കിന്ന് പകൽ ചിന്തിക്കുവാനുള്ളത്. അതിന് കർത്താവ് എന്നൊരു വാക്യം ഞാനൊന്നൊരു വായിക്കട്ടെ. യെരമ്യാ പ്രവചനം 29-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനെ കാണിക്കുന്ന ചിലരെ ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെയുള്ള ഒരു കരങ്ങൾ ഉയർത്തുക. യെസ്, ഇന്ന് മുതൽ നിങ്ങൾ പുതിയതാകാൻ പോവാം. നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കണം കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നുപോയി, കടഭാരമായിരിക്കും, രോഗമായിരിക്കും, ഒരുപാട് പേരുകൾ ചീത്ത വിളിച്ചിരിക്കുക, അല്ലെങ്കിൽ പ്രതികൂലങ്ങളെല്ലാം കടന്നുപോയായിരിക്കും. ഇതെല്ലാം മറന്ന് ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയാകും. നിങ്ങൾ പുതിയതാകുക. കർത്താവ് നമ്മളെ കുറിച്ച് പുതിയതാക്കുന്ന എങ്ങനെ? ഒന്ന്, ദൈവത്തിന്റെ ആത്മാ, ഹോളി സ്പിരിറ്റ് റീസ്റ്റോർ ലോസ്റ്റ് ടൈം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ നമുക്ക് മടങ്ങിത്തരും. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ നമുക്ക് മടക്കി തരും. ഒരുപക്ഷെ നിങ്ങളെ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെന്നിരിക്കാം,
ഒരുപക്ഷെ നിങ്ങൾക്ക് ആത്മീയമായിട്ട് ചെറുപ്രായത്തിൽ വളരാൻ പറ്റിയില്ലെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ബൈബിൾ കോളേജിൽ പോകാൻ പറ്റിയില്ലെന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം, ഞാൻ ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ, നിങ്ങളുടെ കഴിഞ്ഞു പോയ സമയം, നിങ്ങൾക്ക് ലോസ്റ്റ് ആയ സമയം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയം നിങ്ങൾക്ക് മടക്കി തരും. ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യം പോയി, പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എവിടെയെങ്കിലും പ്രാർത്ഥിച്ചോണം, നിങ്ങളുടെ ആരോഗ്യം മടക്കി തരാൻ പോകും. ഒരുപക്ഷെ നിങ്ങളുടെ പഠനം, ഒരുപക്ഷെ നിങ്ങളുടെ വചനധ്യാനം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ ലൈഫ്, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഇന്ന് പകൽ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വചനം ഇടപെടുന്നത്. സോ ഹോളി സ്പിരിറ്റ് ഇസ് റീസ്റ്റോർ ലോസ്റ്റ് ടൈം. നിങ്ങളുടെ സമയത്തെ തിരിച്ച് മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കും. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കും, രോഗം നിങ്ങളെ മാറ്റാൻ പോകും. ഒരുപക്ഷെ നിങ്ങൾ മരണാവസ്ഥയായിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയുസ് കൂട്ടി തരാൻ പോകും. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി തകർന്ന ആളായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു സാമ്പത്തിക ഉന്നതി കർത്താവ് തരുവാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തകർച്ചയിലായിരിക്കും, പക്ഷെ അതിനൊരു ഉയർച്ച ദൈവം തരാൻ പോകും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആത്മീയമായി തകർന്ന് നടക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ദൈവം വീണ്ടും ആത്മീയമായി നിങ്ങൾ ഉയർത്താൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റുന്നില്ല, തകർന്ന് കിടക്കായിരിക്കും, പക്ഷെ ദൈവം ആ ബ്ലോക്കിനെ മാറ്റാൻ പോകും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അതിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് ശുശ്രൂഷയും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ബ്ലോക്ക് കാണിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വചനമുണ്ട്, പക്ഷേ ഈ ബ്ലോക്ക് വന്ന് കടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് തടസ്സമായി നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ഒരു നിമിഷം കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. The name of Jesus, a commanding now. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയെ ബന്ധിച്ചിരിക്കുന്ന, ശുശ്രൂഷയെ തടസ്സം നിൽക്കുന്ന ആ തടസ്സത്തെ കർത്താവ് ആത്മീയമോ അത് പൈശാചികമാണെങ്കിലും ശരി, മാനുഷികമാണെങ്കിലും ശരി, സാമ്പത്തികമാണെങ്കിലും ശരി, അതിനി കർത്താവ് മറ്റെന്തെങ്കിലും ജീവിതത്തിൽ കുറവുകളാണെങ്കിലും ശരി, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോൻ കൽപ്പിക്കുക. യെസ്, ദ നെയിം ഓഫ് ജീസസ്. യെസ്, കർത്താവിനെ കാണിക്കുന്ന അതിൻ്റെ അകത്ത് വിടുതൽ നടക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അന്യഭാഷ പ്രാർത്ഥിച്ചോ, നിങ്ങൾ അവിടെ ഇരിക്കുന്നിടത്ത് ആ വിഷയം പ്രാർത്ഥിച്ചോ, അതിൻ്റെ ഒരു വിടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. യെസ്, യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ അകത്ത് വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. യെസ്, നിങ്ങളുടെ ശുശ്രൂഷ ബ്ലോക്ക് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശുശ്രൂഷ ബ്ലോക്ക് മാറിക്കൊണ്ടിരിക്കുക. പലരെയും ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്കറിയത്തില്ല, വാസ്തവങ്ങളെ ശുശ്രൂഷ ഇറക്കിക്കൊണ്ട് പലരെയും ദൈവം സ്റ്റേജുകളിൽ കയറ്റാൻ പോവുകയാണ്, നിങ്ങളെ പുൽപ്പിറ്റ് കയറ്റാൻ പോവുകയാണ്. നിങ്ങൾ അറിയപ്പെടുന്ന ചില ശുശ്രൂഷകരാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ചില നന്മകൾ വറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ തുറക്കാൻ പോവുകയാണ്. എത്ര പേരുണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു? നന്മകൾ വറ്റിപ്പോയിട്ട് നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിൽ ഒരുക്കാൻ പോയത്, എസ്പെഷ്യലി ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ കിട്ടാനുള്ള നന്മകൾ, എസ്പെഷ്യലി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാം ബ്ലോക്കായി. എന്നാൽ യേശുവിന്റെ നാമത്തിൽ അതിനൊരു ഓപ്പണിംഗ് ഇപ്പോൾ ഉണ്ടാകാൻ പോവാം. ഞാൻ പറഞ്ഞത് ഇന്ന് പകൽ പുതുക്കം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. പുതിയത് ഞങ്ങൾ അനേക ദൂതുകൾ കേട്ടായിരിക്കും, പക്ഷേ ഒരു പുതിയൊരു ഡെലിവറൻസിലോട്ട്, പുതിയൊരു വഴിയിലൂടെ കർത്താവ് തുറക്കാൻ പോവാം യേശുവിന്റെ നാമത്താൽ. ഹല്ലേലൂയ. സോ രണ്ടെന്താണ്? ഒരു പുതിയ ഐഡന്റിറ്റീസ്, അതായത് പുതിയ ഒരു പേര് നിങ്ങൾക്ക് തരാൻ പോവാം. ഒന്ന്, കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ സമയത്തെ മടക്കി തരും. രണ്ട്, നിങ്ങൾക്ക് ഒരു പുതിയ പേര് തരാൻ പോകും. പ്രൈസ് ഗോഡ്. ദൈവവചനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ഒന്നും തൊടുന്നില്ല, കാരണം നമുക്ക് സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. നിങ്ങൾ വാക്യങ്ങളൊക്കെ എഴുതിയെടുത്തോണം, നിങ്ങൾ നോട്ട് വെച്ചോണം. കർത്താവ് പുതിയൊരു ഐഡന്റിറ്റീസ്, അതായത് പുതിയൊരു എന്താണ് പേര് നിങ്ങൾക്ക് തരാൻ പോവാം. പ്രൈസ് ഗോഡ്. ചിലരെയൊക്കെ റെവറൻസ് ആക്കാൻ പോവാം, റെവറന്റ്, മനസ്സിലായോ? ചിലരെയൊക്കെ ഡോക്ടർ ആക്കാൻ പോവാം. ഞാൻ പറഞ്ഞില്ല, പുതിയൊരു പേര്, നിങ്ങളുടെ പേരിന്റെ കൂടെ പുതിയൊരു സംഭവം, പുതിയത് കർത്താവ് ഇടാൻ പോവാം. ചിലരെ ഇപ്പൊ ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പുതിയത് കർത്താവ് തരാൻ പോവാം. നിങ്ങളുടെ മുന്നിൽ, പേരിന്റെ മുന്നിൽ എന്തോ ഒരു പുതിയത് കർത്താവ് ചേർക്കാൻ പോവുകയാണ്. ചിലർക്ക് പുതിയ പേര് കർത്താവ് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലർക്ക് പുതിയ ജോലി കിട്ടി കഴിഞ്ഞാൽ സെർ എന്നുള്ള വിളി വരും, അല്ലെ? സെർ എന്നുള്ള വിളി വരും. അപ്പൊ അങ്ങനെ പുതിയതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പുതിയതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റീസ്റ്റോർ, നിങ്ങളുടെ ടൈം കൂടുതൽ മടക്കി തരും. രണ്ട്, നഷ്ടപ്പെട്ടു പോയ സമയം മടക്കി തരും. രണ്ട്, എന്താണ്? നിങ്ങൾക്കൊരു പുതിയ പേര് കർത്താവ് തരും. മൂന്നാമത്തെ എന്താണ്? ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. ദൈവം എന്ത് ചെയ്യും? ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് തരാൻ പോവാ. ഇതുവരെ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായിരിക്കും, പക്ഷെ ആ പട്ടിണി അവസ്ഥ കർത്താവ് മാറ്റാൻ പോകും. യെസ്, ആ പട്ടിണിയുടെ അവസ്ഥ നിങ്ങൾ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ
ഭാരം ചുമന്ന് ഉപജീവന മാർഗം നയിക്കുന്ന വ്യക്തിയായിരിക്കും കർത്താവ് മാറ്റാൻ പോവാ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരങ്ങൾ, ഓ ഹല്ലേലൂയ, നിങ്ങൾക്ക് പുതിയ ലൈഫ് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പുതിയൊരു ലൈഫ്, ദൈവമക്കൾ നിങ്ങൾക്ക് പുതിയ ലൈഫ് തരുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ ലൈഫ് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ നിങ്ങൾ, യേശുവിന്റെ സ്വന്തം മക്കൾ. ഓ ഹല്ലേലൂയ, പുതിയ ലൈഫ്, പുതിയ ലൈഫ്. നിങ്ങൾക്കറിയാമല്ലോ, ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തില് ദൂർത്തുപുത്രൻ പോയിട്ട് മടങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിതാവ് ദൈവം എന്ത് ചെയ്തു? അവനൊരു പുതിയ ലൈഫ് കൊടുത്തല്ലേ. അവന്റെ പഴയ ലൈഫ് തരിപ്പണമായി, തകർന്ന തരിപ്പണമായി ശേഷം മടങ്ങി വന്നപ്പോൾ കർത്താവ് അവനൊരു പുതിയ ലൈഫ് കൊടുക്കാനിടയായി. ഹല്ലേലൂയ, ഒരു പുതിയ ലൈഫ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പറഞ്ഞു എനിക്കൊരു പുതിയ ലൈഫ്, എനിക്കൊരു പുതിയ ലൈഫ്, ഇന്ന് മുതൽ ഒരു പുതിയ ലൈഫ്, ഇന്ന് മുതൽ എനിക്കൊരു പുതിയ ലൈഫ്. ഹല്ലേലൂയ, പുതിയ ലൈഫ്. എല്ലാവരും വായ തുറന്ന് പറഞ്ഞാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ എനിക്കൊരു പുതിയ ലൈഫ്. ഹല്ലേലൂയ, പുതിയ ജീവിതം. എന്റെ മലയാളം പുതിയ ജീവിതം. എനിക്ക് പുതിയൊരു ജീവിതം കർത്താവ് തരും. യെസ്, കർത്താവ് നിങ്ങളെ പുതിയതാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫ് പുതിയതാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിന്റെ അകത്തുള്ള സ്നേഹം കർത്താവ് പുതിയതാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു പുതിയ അനുഭവം കർത്താവ് കൊടുക്കാൻ പോവുകയാണ്. സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പിന്നെ കർത്താവ് പിന്നെ ചെയ്യുന്നറിയാവോ? ഹല്ലേലൂയ, നിങ്ങൾക്ക് അവന്റെ മേഴ്സി, അവന്റെ കരുണ അവൻ എല്ലാ ദിവസവും തരാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? അവന്റെ കരുണ എല്ലാ ദിവസങ്ങളിലും കർത്താവ് തരുവാൻ പോവാ, പകർന്നു തരാൻ പോവാ, പകർന്നു തരാൻ പോവാ, പകർന്നു തരാൻ പോവാ. ഹല്ലേലൂയ. അഞ്ചാമത്, യേശുവിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അവന്റെ എന്താണ്, ജനത്തോടൊരു പദ്ധതിയുണ്ട്. യെസ്, ദൈവിക പദ്ധതി. എന്റെ മലയാളമാണ് പ്ലാൻ ഫോർ ഹിസ് പീപ്പിൾ. ഒരു വലിയ പദ്ധതി ഇന്ന് പകൽക്കാലം കർത്താവ് തരാം. വലിയൊരു ദൂത് കർത്താവ് തരാൻ പോവാ. നിങ്ങളതിനെ കർത്താവോട് സംസാരിച്ചാൽ, കർത്താവെ ഇന്ന് പകൽ എനിക്കൊരു ദൂത് തരണം. എന്താണ്? എന്നോട് സംസാരിക്കണം. ഒരു പുതിയ പ്ലാൻ. യെസ്, ഒരു പുതിയ പ്ലാൻ. കർത്താവ് എപ്പോഴും പുതിയത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് എപ്പോഴും എന്താണ്? പുതിയതായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾക്ക് പുതിയ തരുവാൻ. അതാണ് കർത്താവ് പഴയ തുരുത്തിയിൽ എന്താണ്, പുതിയ വീഞ്ഞ് പകരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ ജീവിത സ്റ്റൈലിൽ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. പഴയ ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും നടക്കത്തില്ല. പഴയ ഉപവാസമായിട്ട് നിങ്ങൾക്ക് പോയ കാര്യങ്ങൾ നടക്കത്തില്ല. പഴയ പ്രാർത്ഥനയായിട്ട് പോയ കാര്യങ്ങൾ നടക്കത്തില്ല. പഴയ ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോയ കാര്യങ്ങൾ നടക്കത്തില്ല. ഒരു പുതുക്കം. എന്റെ മകൾ കർത്താവ് നിങ്ങൾക്ക് ഒരു പുതിയത് തരാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നു? പുതിയത്, പുതിയ പ്ലാൻ. എനിക്കൊരു പുതിയ പ്ലാൻ, പുതിയ പദ്ധതി കർത്താവ് തരാൻ പോവാ. പുതിയ പദ്ധതി കർത്താവ് തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ പദ്ധതി. എല്ലാവരും വിളിച്ചു പറ, ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ പദ്ധതി. ഹല്ലേലൂയ. ഓ, ഒരു പുതിയ പ്രത്യാശയോടെ ഞാൻ ഇരിക്കുക. മകൾക്കാലം പ്രത്യാശയോടെ ഇരുന്നാലും കരഞ്ഞ് കലങ്ങി ഹൃദയം മാറ്റിയിട്ട് പ്രത്യാശയോടെ ഇരുന്നാലും. യെസ്, നമ്മള് രാവിലെ കിണറ്റിന്റെ അരികെ ചെന്നിട്ട് നമ്മൾ തൊട്ടിയിട്ട് അങ്ങ് കിണറ്റിലോട്ട്, നിങ്ങളൊക്കെ കിണറ്റി വെള്ളം കോരുന്നവരെ എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നത്, തൊട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? പുതിയ വെള്ളം അല്ലെ, പുതിയ വെള്ളം കോരിയെടുക്കും. അന്ന് മുഴുവൻ നിങ്ങൾ കോരിയാല് അന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉറവ കാരണം കൊണ്ട് അടിയിൽ നിന്ന് വരുന്ന വെള്ളം കാരണം എന്ത് ചെയ്യും? പുതിയ വെള്ളം വരില്ലേ, പുതിയ വെള്ളം അല്ലെ. അന്ന് പുതിയ വെള്ളമാണ് കിണറ്റി വരുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം കിടക്കുന്ന ഒരു വർഷം ഈ സ്റ്റോർ കിടക്കുന്ന വെള്ളമല്ല കിണറ്റി ആണോ? അല്ല. അതുപോലെ കർത്താവ് പുതിയ തരുവാൻ ആഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് തരാനായിരിക്കും. സോ വാട്ട് ഡസ് ഗോഡ് സേസ് അബൌട്ട് ബിക്കമിങ് എ ന്യൂ? കർത്താവ് പറയുന്നു, യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അത് കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യെശയ്യാപ്രവചനം ഇത് വായിച്ചാൽ നമുക്ക്, ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിച്ചു, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിച്ചാലും, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു. ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾക്കത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഈ ബൈബിൾ വായിച്ച ആ സഹോദരിയുടെ പരിശുദ്ധാത്മാ പറയുന്നു, ഞാന് മരുഭൂമിയുടെ നടുവിലെ നിർജ്ജന പ്രദേശത്ത് നിനക്ക് വേണ്ടി ഒരു നദി വെട്ടിക്കൊണ്ടിരിക്കുക. ആരാ ഞാൻ വായിച്ചത്? ഞാൻ കണ്ടില്ല. ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെ സംഭവിക്കട്ടെ.
സഹോദരി ഇപ്പം വായിച്ച സഹോദരിക്ക് വേണ്ടി ഒരു ദൂത് കർത്താവ് പറയുകയാണ്, മരുഭൂമിയുടെ നടുവില് നിർജ്ജന പ്രദേശത്ത് ഞാനൊരു നദി കൊണ്ടുവരാൻ വേണ്ടി ഒരു എന്താണ് നദി വെട്ടിക്കൊണ്ടിരിക്കുക, ഒരു പ്രോസസിങ് ടൈം. ഹല്ലേലൂയ. ഈ സഹോദരിക്കാണ് ഈ സഹോദരിയാണോ അപ്പൊ വായിച്ചത്? ഈ നീല എന്താ പേര്? സിസ്റ്റർ ആണ് നേരത്തെ പറഞ്ഞത്, ചൊറിച്ചിലാന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പൊ സിസ്റ്റർ എല്ലാരും ഇങ്ങനെ എന്നമേൻ വത്സമയ്ക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ സിസ്റ്ററെ, മരുഭൂമിയുടെ നടുവിൽ ഒരു നീരുറവ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നദി വെട്ടാൻ വേണ്ടി കർത്താവ് ഇപ്പം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണെന്ന് എനിക്കറിയാം. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ യേശുവിന്റെ നാമത്താൽ. പുതുവഴി ഒരുങ്ങട്ടെ കർത്താവ്, പുതിയ വഴി ഒരുങ്ങട്ടെ. മരുഭൂമിയുടെ നടുവിൽ കർത്താവ് ആ നദി കർത്താവ് പ്രിയ സഹോദരിക്ക് വേണ്ടി വെട്ടിത്തുടങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യെസ്, നന്ദി. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന പഴയ കാര്യങ്ങള് ഞാൻ പുതിയത് ചെയ്യുന്നു. അവിടെ എനിക്ക് പുതിയത് ചെയ്യുന്നു. എനിക്കൊന്ന് കർത്താവിന്റെ ആവശ്യത്തിൽ പറഞ്ഞത് അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ വചനം ഏറ്റെടുത്തോണം. ഈ വചനം ഞാൻ പറയട്ടെ, സാധാരണ വചനം നമ്മൾ പലരും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടിരിക്കുന്ന എല്ലാവരും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ? പറയും, 53 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിന്റെ അടിപ്പണരുകളാൽ അല്ലെങ്കിൽ സൗഖ്യം. നിങ്ങൾക്ക് രോഗം വരുമ്പോൾ നിങ്ങൾക്ക് ആ വചനം വെച്ച് പ്രാർത്ഥിക്കും. എന്തുകൊണ്ട് സൗഖ്യമാകുന്നില്ല? നിങ്ങൾ പറയും, എന്റെ പ്രിയനോ നല്ല ഉറക്കം കൊടുക്കുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. പക്ഷെ നിങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നിങ്ങൾ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? കാരണം ആ വചനം ജീവിക്കണം, എങ്കിൽ മാത്രമേ അതിനകത്ത് അത്ഭുതം നടക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിള്, ക്യാൻസർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ മരുന്നെടുക്കുന്നില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കും, യേശുവിന്റെ അടിപ്പണരുകൾ എന്റെ ക്യാൻസർ സൗഖ്യമാകും. അവർ എത്ര 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും സൗഖ്യമാകത്തില്ല. അവര് മരിച്ചെന്നിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് മരിക്കുന്നത്? കാരണം ആ വചനം റീമായി മാറുന്നില്ല. മനസ്സിലായോ? ആ വചനം റീമായി മാറിയെങ്കിലേ ഉള്ളൂ. ആ വചനം റീമായി മാറിയെങ്കിൽ അത്ഭുതം നടക്കത്തുള്ളൂ. അതായത് ദൈവാത്മാവ് അവരോട് സംസാരിച്ച് ആ വചനം കൊടുത്തിട്ട് ആ വചനത്തിലൂടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വചനത്തിലൂടെ വിടുതൽ കിട്ടത്തുള്ളൂ. ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിടുതൽ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങള് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളോട് വചനം സംസാരിക്കുന്നെങ്കിൽ ആ വചനം റീമയായി വരുമ്പോൾ, ആ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. The name of Jesus. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ല, നിങ്ങൾ എത്ര ഈ ബൈബിൾ എടുത്ത് വായിച്ചാലും വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വചനം എന്താണ് ഡെലിവറൻസ് നടക്കത്തില്ല. പക്ഷെ റീമയായി മാറണം. എന്തുകൊണ്ടാണ് പലപ്പോഴും സഭയിൽ പലപ്പോഴും അത്ഭുതം ചെയ്യാത്തതിന്റെ കാര്യം എന്താ? നടക്കാത്തതിന്റെ കാര്യം എന്താണ്? യേശു വരാത്തത് കൊണ്ടാണ്. 2-3 പേര് കൂടുന്ന നടുവിൽ യേശു ഉണ്ട്. ഇപ്പൊ നമ്മുടെ നടുവിൽ യേശു ഉണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ട്, നമുക്ക് സാന്നിധ്യമുണ്ട് അല്ലെ? പക്ഷേ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നിങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. നിങ്ങൾ അവിടെ പോയി കുത്തിയിരിക്കണം അല്ലെ? ചീട്ടെടുക്കണം, നിങ്ങളോട് കുത്തിയിരിക്കണം. ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ ഇരുന്ന ശേഷമേ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിലോട് ചാടി ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല. പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ സമയവും വിലയും കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റത്തുള്ളൂ? ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെയും, നിങ്ങൾ എത്ര സമയം കർത്താവായ യേശുവിന് വേണ്ടി സമയം കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ഒരു ദിവസം എത്ര നേരം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? നിങ്ങൾ എത്രമാത്രം ദൈവസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാനിടയെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും, പുതിയ വ്യക്തിയാക്കി മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവദാസന്മാരെ, നിങ്ങൾക്ക് നല്ല ശുശ്രൂഷ വേണോ? ദൈവദാസന്മാരെ ദൈവം നിങ്ങളെ ഉപയോഗിക്കണമോ? നിങ്ങൾ എന്ത് ചെയ്യണം? സമയം കൊടുക്കണം. ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കണം. നിങ്ങൾ മിനിസ്റ്റർ ചെയ്ത് സമയം കളയരുത്. ആമേൻ. മിനിസ്റ്റർ ടു ഗോഡ് എന്നാ പറയുന്നത് അല്ലെ? മിനിസ്ട്രി ഫോർ ഗോഡും ഉണ്ട്, മിനിസ്ട്രി ടു ഗോഡും ഉണ്ട്. അതായത് കർത്താവിന് വേണ്ടി വർഷിപ്പും പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപവാസവും ഒക്കെ ആയിട്ട് നിങ്ങൾ ദൈവസ്ഥാനം ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മെതിവണ്ടിയായി തീരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. നിങ്ങൾ അവർക്ക് ഓടി വന്ന് സൂം മീറ്റിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റുന്നോ? നിങ്ങൾക്ക് വേണ്ടി ഈ സൂം മീറ്റിംഗ് നടത്താൻ രാവിലെ തൊട്ട് അല്ലെങ്കിൽ 2-3 മണിക്കൂർ ദിവസം ഇരുന്നിട്ടേ വരുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങളൊരു വചനം പറയണമെങ്കിൽ, നിങ്ങളൊരു പ്രബോധനം പറയണമെങ്കിൽ, നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം ചെലവഴിച്ച് യേശുവായിട്ടിരുന്ന് പരിശുദ്ധാത്മാവായിട്ടിരുന്ന് അവൻ നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് തലവേദന ഉണ്ട്. തലവേദന സൗഖ്യമാക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. തലവേദനയായിട്ട് ഭാരപ്പെടുന്നവരൊന്ന് കരം വെച്ചോടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലവേദനയായിട്ട് തലവേദന ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മൈഗ്രെയിനായിട്ട് ഭാരപ്പെടുന്നത്, തലവേദനയായിട്ട് ഭാരപ്പെടുന്നത്, തല പൊട്ടിപ്പോകുന്നത് പോലെ പലപ്പോഴും തല പൊട്ടി തുണിയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ ഭാരപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ വചനം അയക്കുന്നു, സൗഖ്യമാക്കുന്നു. വചനം അയക്കുന്നു, സൗഖ്യമാക്കുന്നു. ടച്ച് ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമേലുള്ള ശക്തി മാറിപ്പോട്ടെ, സൗഖ്യമാകട്ടെ, വേദന മാറിപ്പോട്ടെ. ആ രോഗാത്മാവിനെ ശാസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ജീവന ഹസ്തിരികസ്തിനി. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു പ്രത്യേക ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോയവർ മാത്രം ഒന്ന് കരവീർത്തേ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പോകരുത്. അങ്ങനെയുള്ളവർക്ക് ഇന്ന് സൗഖ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും സൗഖ്യമാകണമെന്നില്ല. നിങ്ങളുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ തലയിലൂടെ, നിങ്ങളുടെ നെറ്റിയിലൂടെ, നിങ്ങളുടെ മുഖത്തൂടെ എവിടെയെങ്കിലും ദൈവാത്മാ സ്പർശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ സൗഖ്യമായിട്ടുണ്ട്. ശക്തി പുറപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ആ സ്ത്രീ എന്ത് ചെയ്തു? യേശുവിന്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ യേശുവിനെ കേട്ട് അവളെന്ത് ചെയ്തു? ആൾക്കാരുടെ ഇടവഴി തിരക്കി ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടപ്പോൾ യേശുവിന് മനസ്സിലായി എന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു. അല്ലെ? ആമേൻ. അതുപോലെ ശക്തി പുറപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, യേശുവിൽ നിന്ന് ശക്തി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തലവേദന ഞാൻ ശാസിക്കുന്നു, മൈഗ്രെയിൻ ഞാൻ ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവിനെ ശാസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈറ്റ് നൗ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്, ഇന്ന് മുതൽ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് തരുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ ബിഗിനിങ്. ന്യൂ ബിഗിനിങ്സ് ഹാപ്പൻ ഇൻ സീസൺ. ഓരോ സീസണിലും ഓരോ സംഭവങ്ങൾ നടക്കും, അല്ലെ? നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മളെ പ്രകൃതിയെ തന്നെ നോക്കുമ്പോൾ അറിയാം, ഓരോ സീസണിലും ഓരോ രീതിയിലാണ് സീസൺ ഉള്ളത്. ചിലപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, നല്ല കളർഫുൾ ആയിട്ടുള്ള ലീവ്സ്, എന്താ പറയുക, ഇലകൾ കാണാൻ പറ്റും. അതുപോലെ വിന്ററിൽ നല്ല കോൾഡുള്ള സ്ഥലങ്ങൾ നല്ല എന്താണ് മെത്ത കിടക്കുന്നത് പോലെ സ്നോ വന്ന് കിടക്കുന്നത് കാണാം. അതുപോലെ നമുക്കറിയാം ഓരോ സീസണിൽ ചിലയിടത്ത് നല്ല തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു നമുക്ക് ചൂട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു സീസൺ ആകും. അതുകൊണ്ടാണ് ഈ സഭാപ്രസംഗിക്കകത്ത് പറയുന്നത്, 3-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 5 വരെ വാക്കുകൾ നമുക്ക് വായിക്കുമ്പോഴാണ് എന്താണ് പുതിയ തുടക്കങ്ങൾ. അവിടെ പറയാൻ പുതിയ തുടക്കങ്ങൾ, പുതിയ സീസണുകൾ സംഭവിക്കുന്നു. അപ്പൊ ഇന്നലെ വരെയുള്ള സീസൺ കഴിഞ്ഞു. പരിശുദ്ധാത്മാ നിങ്ങൾ പറയുകയാണ്, ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ഒരു സീസൺ കഴിഞ്ഞു, നിങ്ങളൊരു പുതിയ സീസണിലോട്ട് കിടക്കാൻ പോവുക. പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു സീസണിലോട്ട് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുക. പുതിയ സീസൺ. നിങ്ങളുടെ പഴയതെല്ലാം ഇനി പഴയ വെച്ച് നിങ്ങൾ അത് പ്രയാസപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ സീസൺ സംഭവിക്കുന്നു. അപ്പം ജീവിതത്തിലെ ആ കൃതുക്കളും ഘട്ടങ്ങളും ഉപയോഗിച്ച് വളരെ അത്ഭുതകരമായി അളക്കാൻ നമുക്ക് കഴിയും, അല്ലെ? അപ്പൊ പഴയ സീസൺ കഴിഞ്ഞു, ഒരു പുതിയ സീസണിലോട്ട് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ എന്താ പറയുന്നത്, നിങ്ങളുടെ ഉദരത്തിൽ സംബന്ധമായ വിഷയം, അതായത് ചിലപ്പോൾ ഈ യൂട്രസ് സംബന്ധമായ ചില വിഷയങ്ങളുള്ള സഹോദരിമാരെ കർത്താവ് തൊടാൻ പോവുക. ഒന്ന് കരം വെച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് എന്താ യൂട്രസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ, വയറിന്റെ പ്രശ്നമുണ്ടെങ്കിൽ, ഒരു നിമിഷം നിങ്ങളുടെ കൊള സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തെ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ഭാഗത്ത് കർത്താവെ ആ കരം വെച്ചിരിക്കുന്ന സഹോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വയറുവേദനയായിട്ട് ഭാരപ്പെടുന്ന സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുട സംബന്ധമായ വയർ സംബന്ധമായ വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
ഞാൻ വചനം അയക്കുന്ന കർത്താവ്, ഞങ്ങളുടെ വചനം ഇപ്പോൾ അയക്കുന്നു. അവിടെ സൗഖ്യം വ്യാപരിക്കട്ടെ, അവിടെ സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. Yes, the name of Jesus. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നല്ല എന്താണ് മനോഹരമായ ഇലകൾ കാണുന്ന ഒരു സീസൺ ഉണ്ട്, ഇലകൾ പൊഴിയുന്ന സീസൺ ഉണ്ട്, നല്ല ശീതകാലം വരുന്ന ഒരു സീസൺ ഉണ്ട്, തണുത്ത മഞ്ഞ് നല്ല കിടക്ക പോലെ കിടക്കുന്ന സീസൺ ഉണ്ട്, അതുപോലെ വസന്തകാലം നല്ല ഫ്ലവേഴ്സ് അല്ലെ, നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സീസൺ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പുതിയതായിട്ട് തളിർക്കപ്പെടുന്ന എന്താണ് ഇലകളുടെ ഒരു കാലമുണ്ട്, വേനൽക്കാലത്തിന്റെ ഒരു കാലമുണ്ട്, ചൂടുള്ള നല്ല സൂര്യൻ ഉദിക്കുന്ന കാലമുണ്ട്. അപ്പൊ ഇതെല്ലാം സഭാപ്രസംഗിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എവരിത്തിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയത് കർത്താവ് തുറക്കാൻ പോവുകയാണ്. യെസ്, ചിലർക്ക് വിദ്യാഭ്യാസ വഴികൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. മാരേജ് സംബന്ധമായി ഭാരപ്പെടുന്ന ചില വ്യക്തിവിധങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്യാൻ പോവാം. ജോലി സംബന്ധമായിട്ട് ഭാരപ്പെടുന്ന ചില വ്യക്തിവിധങ്ങൾക്ക് കർത്താവ് പുതിയൊരു സീസൺ കൊടുക്കാൻ പോകണം. സോ ഫോർ എവരിത്തിങ് സീസൺ, എ ടൈം ഫോർ എവരിത്തിങ് പർപ്പസ് അണ്ടർ ദി ഹെവൻ. അപ്പോൾ ഈ സ്വർഗത്തിന് കീഴെ കാണുന്ന എല്ലാ സീസണിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ടൈമിനും ഒരു പദ്ധതിയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എ ടൈം ടു ബി ബോൺ ആൻഡ് എ ടൈം ടു ഡൈ അല്ലേ? നമ്മൾ ജീവിക്കാനും മരിക്കാനും ഒരു സമയമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? നിങ്ങൾ എന്തിനാ ജനിച്ചേ? പലർക്കും പല ആൻസറുകൾ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ എന്തിനാ ജനിച്ചേ? എത്ര പേർക്ക് പറയാം നിങ്ങൾ എന്തിനാ ജനിച്ചേ? പക്ഷെ നമ്മളെ ജനിച്ചെന്തിനാ? മരിക്കാൻ വേണ്ടി. നോ, യേശുവിനെ അറിയുവാൻ. നമ്മൾ ജനിക്കാതെ നമ്മൾ യേശുവിനെ അറിയുന്നത് എങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് യേശുവിനെ അറിയണമെങ്കിൽ നമ്മൾ ജനിച്ചേ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് സന്തോഷമായി? നിങ്ങൾ ജനിച്ചില്ലാതെ നിങ്ങൾ എങ്ങനെ യേശുവിനെ അറിയുന്നത്? അപ്പൊ നമ്മുടെ ജീവിതം തന്നെ എന്തിനാണ്? യേശുവിനെ അറിയാൻ വേണ്ടിയാ. യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നമ്മൾ ജനിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ആ സമയമായപ്പോൾ, അനാദികാലങ്ങൾക്ക് മുന്നേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് തക്ക സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ ഭൂമിയിൽ ജനിപ്പിച്ച്, ഹല്ലേലൂയ, നമ്മളെ വിശുദ്ധീകരിച്ച്, യിരെമ്യാപ്രവചനം പറയുന്ന പോലെ വിശുദ്ധീകരിച്ച് നമ്മളെ 5 fold മിനിസ്ട്രി, ചിലരെ പാസ്റ്ററായിട്ട്, ചിലരെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ ഉപദേഷ്ടകന്മാരായിട്ട്, ഇങ്ങനെ ചിലരെ എന്താണ് പല രീതിയിൽ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുക. ചിലരെ ഇനിയും വിശ്വാസിയായിട്ട്, അങ്ങനെ ആയിക്കോട്ടെ. എന്തിനാ അറിഞ്ഞിരിക്കും? എന്തിനാണ് ജനിച്ചെന്തിനാ? മരിക്കാൻ വേണ്ടി അല്ല, ജനിച്ച് യേശുവിനെ അറിയാൻ വേണ്ടിയാ. യേശുവിനെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ചത് യേശുവിന് വേണ്ടി അല്ലെങ്കിൽ, യേശുവിനെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം എന്താണ്? വ്യർത്ഥമാണ്. ഹല്ലേലൂയ. താങ്ക് യു. അതുപോലെ തന്നെയാണ് നടുവാനൊരു കാലം അല്ലെ? അതുപോലെ എന്താണ് നിങ്ങൾക്ക് അത് സൗഖ്യമാകാനൊരു കാലം. അപ്പൊ ഇതെല്ലാം സീക്കറാണ്. ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ത്രൂ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ എന്നും ഇതുപോലെ ഇരിക്കുമോ? ദാരിദ്ര്യത്തിൽ ഇരിക്കുമോ? നിങ്ങൾ എന്നും ദാരിദ്ര്യത്തിൽ ഇരിക്കുമോ? ഇല്ല. എന്നും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ച കുഞ്ഞ് എത്ര വയസ്സ് വരെ കരയും? 5 വയസ്സല്ല 10 വയസ്സ് വരെ കരയും. അതിനുശേഷം അവൻ ആള് മാറും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഇന്നു മുതൽ യേശുവിനോട് നിങ്ങൾ യാചിക്കരുത്. ഓ പാസ്റ്റേ, പ്രശ്നമായി. ഇന്നു മുതൽ നിങ്ങൾ യേശുവിനോട് യാചിക്കരുത്. നിങ്ങൾ യാചിക്കുന്ന ആരാ? ഭിക്ഷക്കാരെ യാചിക്കുന്നല്ലേ? അമ്മ വെള്ളം തരണേ, ഭിക്ഷക്കാരാ. നിങ്ങൾ ആരാ? ഞാൻ പറഞ്ഞു യേശുവിനെ അറിയാൻ വേണ്ടി നമ്മൾ ജനിച്ചു അല്ലെ? നമ്മൾ ജനിച്ചു. ഇനിയിപ്പോ നമ്മൾ ആരാ? നമ്മൾ യേശുവിനെ അറിഞ്ഞു. നമ്മള് മക്കളല്ലേ? മക്കൾ യാചിക്കുവോ? അവകാശികൾ. അവകാശികളായി നമ്മൾ. ഇനിയിപ്പോ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? എങ്ങനെ ചോദിക്കണ്ടേ? ഇനിയിപ്പോ എന്താ ചെയ്യണം? ഇനി നമ്മൾ ചോദിക്കണം, അധികാരത്തോട് ചോദിക്കണം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്ക് ആ വെളിപ്പാട് ഇതുവരെ കിട്ടിയിട്ടില്ല. വെളിപ്പാട് കിട്ടാത്തടത്തോളം കാലം നമ്മൾ തരാമോ സൗഖ്യമാക്കാമോ? നോ. കർത്താവ് സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. പാസ്റ്റർ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം. പാസ്റ്റിന് ആഴ്ച എത്ര രൂപ വേണം? എന്റെ ബാങ്കിൽ വന്നേ പറ്റത്തുള്ളൂ. കർത്താവിനോട് പറഞ്ഞാൽ എന്റെ ബാങ്കില്, എന്റെ അക്കൗണ്ടില്, കാരണം എനിക്ക് ഇത്ര പൈസ ആവശ്യമുണ്ട്, ഈ ആഴ്ച എനിക്ക് ഇത്ര അല്ലെ, മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന സാലറി വരണം, ഈ മാസം എനിക്ക് ഇത്ര തന്നേ പറ്റത്തുള്ളൂ. ആരോടെ ചോദിക്കേണ്ടത്? യേശുവിനോട് പറയണം. ഹല്ലേലൂയ.
ഹാലയിൽ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഫൈനാൻസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഹീലിംഗ്സ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ കടം വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ പോയി മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ യേശുവിനോട് പറയുക. പ്രൈസ് ഗോഡ്. നിങ്ങൾ രോഗാത്മാവിൽ ഭാരപ്പെടുമ്പോൾ രോഗത്തിന് ഡോക്ടറെ കാണുന്നതിന് മുന്നേ എവിടെ പോകണം? എവിടെ പോകണം സഹോദരി? എവിടെ പോകണം? റൂബി സിസ്റ്റർ എവിടെ പോകണം? റൂബി സിസ്റ്റർ എവിടെ പോകണം? യേശുവിന്റെ അരികെ പോകണം. ഹല്ലേലൂയ. യേശുവിന്റെ അരികെ ചെന്നിട്ട് പറയണം, ഇപ്പൊ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ യേശുവിന്റെ നാമത്തില്. ഓ വിപിൻ ദാസ് അങ്ങനെ പറയണം കേട്ടോ. ഇന്ന് മുതൽ ആള് മാറണം. ഇന്ന് മുതൽ ആള് മാറിയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ വിട്ടിരിക്കുന്നവരെല്ലാം ആള് മാറണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടീച്ചിങ് മാറട്ടെ, ടീച്ചിങ് മാറട്ടെ. നമ്മുടെ മലയാളികളുടെ സ്റ്റൈലാണ് എന്താണെന്നറിയാവോ? ദൂത് കേട്ടെങ്കിൽ മാത്രമേ അത് വെച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. ഒന്നമോ നിന്നെ ഞാൻ വാലല്ല തലയാക്കാന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പ്രാർത്ഥിക്കും. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വാലല്ല തലയാക്കാം, അല്ലെ? കർത്താവിന്റെ എന്റെ കുഞ്ഞിനെ ഇന്നത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന രീതി ഫ്യൂച്ചർ. ദൂത് കേട്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ വായിച്ചാൽ എന്താ പറയുന്നത്? കാണുന്ന എന്താ? ഇല്ലാത്തവനെന്ത് ചെയ്യും? ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ, അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പശുവിന് പാലില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയല്ല സിസ്റ്റർ എന്ന് പറയണം. യേശുവിടെ നാമത്തിൽ പാല് തന്നേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുകയല്ല. യേശുവിടെ നാമത്തിൽ പശുവെ നീ പാല് തന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കിണറ്റി വെള്ളമില്ലെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ മ്യൂട്ടായി പോയി. അപ്പോ ഞാൻ എന്താ പറഞ്ഞ, അപ്പൊ പശുവിന് പാലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പശുന്ന് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലാത്തത് നിങ്ങൾ വിളിച്ചു വരുത്തണം. ഓ രക്തത്താൽ 14 ഇന്ന് മുതൽ ചെയ്യുമോ? നിങ്ങള് ഇന്ന് മുതൽ ചെയ്യുമോ? ഹല്ലേലൂയ. സി, എന്തെങ്കിലും വചനം ശക്തമായിട്ട് ഞാൻ പ്രസംഗിച്ചു പോയിട്ട് കാര്യമുണ്ട് പാസേ? നിങ്ങളെന്തെങ്കിലും പഠിപ്പിക്കണ്ടേ? എന്തെങ്കിലും അടിച്ച് പൊളിച്ച് രണ്ടും വാങ്ങണം വചനം അങ്ങോട്ട് എടുത്തിട്ട് മറ്റേ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകും. നിങ്ങളോട് സ്വോത്രം എല്ലാം പറഞ്ഞ് അവസാനം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ പ്രസംഗിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ഋതുവുണ്ട്. ആകാശത്തിനും കൂടെ എല്ലാ ആവശ്യത്തിനും ഒരു സമയമുണ്ട്. ജനിക്കാൻ ഒരു സമയമുണ്ട്, മരിക്കാൻ ഒരു സമയമുണ്ട്, നടാൻ ഒരു കാലമുണ്ട്, നട്ടത് പറിക്കാൻ ഒരു കാലമുണ്ട്. ഇനി എന്താണ്? മരിക്കാൻ ഒരു കാലമുണ്ട്, സൗഖ്യമാകാൻ ഒരു കാലമുണ്ട്, അല്ലെ? ദൈവം തരാൻ ഒരു കാലമുണ്ട്, പണിയാൻ ഒരു കാലമുണ്ട്, കരയാൻ ഒരു കാലമുണ്ട്, ചിരിപ്പാൻ ഒരു കാലമുണ്ട്, വിലപിക്കാൻ ഒരു കാലമുണ്ട്, നൃത്തം ചെയ്യാൻ ഒരു കാലമുണ്ട്. ഓ ഹല്ലേലൂയ. കല്ല് പെറുക്കി കളയാൻ ഒരു കാലമുണ്ട്, ആലിംഗനം ചെയ്യാൻ ഒരു കാലമുണ്ട്. പ്രൈസ് ഗോഡ്. അതെല്ലാത്തൊരു സമയമാണ്. There is time for everything in your life. A great brings us to know that we can expect നമ്മൾ വലിയൊരു നല്ലൊരു കാലത്തിനു വേണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 45-ാം കർത്താവ് എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സീസൺസ് ടു ചേഞ്ച്, അല്ലെ? ന്യൂ ബിഗിനിങ്സ്. നിങ്ങളോട് കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് പഴയ സീസൺ മാറും, പുതിയൊരു തുടക്കമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഇന്ന് മുതല് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പുതിയ തുടക്കത്തിന് വേണ്ടിയാണ്. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പുതിയ തുടക്കമാണ്. നിങ്ങളുടെ കുഞ്ഞ് പഠിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നോ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞിന്റെ ദേഹത്തോട് കരം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഇവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. യേശുവിന്റെ നാമത്തിൽ ഇവളെ പഠിക്കും. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ബുദ്ധിയെ തുറക്കാം. ഇവിടെ വിസ്ഡം കൊടുക്കും ദൈവം. ഇവിടെ ഏറ്റവും ക്ലാസ്സിൽ 1-ാമതായി തരും. എത്ര പേര് വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കണമെന്നു യേശുവിന്റെ നാമത്തിൽ. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അഡിക്ഷൻസ് ആണെങ്കിൽ പറയണം. യേശുവിന്റെ നാമത്തിൽ അഡിക്ഷനുകൾ കൽപ്പിക്കണം. നിങ്ങൾ വിട്ടുപോകാൻ കൽപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കണം. ഹാറാബ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗമായി കിടക്കുകയാണെങ്കിൽ ഇന്ന് ചെന്നിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവ അധികാരത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിരിക്കുക. ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കാണിക്കുന്നു, പ്രായമുള്ള മനുഷ്യനെ, ഒരു അപ്പച്ചനെ കാണിക്കുന്നു. കടക്കയില ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പകൽ കർത്താവ് സൗഖ്യമാക്കാൻ ആരംഭിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് കിടക്ക്. എന്നെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്പച്ച എഴുന്നേറ്റേ. ഇങ്ങനെ കിടന്നാ പോരാ. എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിരിക്കുക. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ലേഡി വിളിച്ചേ.
ഇവിടുത്തെ അമേരിക്കക്കാരെത്തിയാണ്. വിളിച്ചിട്ട് വികാസ് മുഖാന്തരം വിളിച്ചാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം അദ്ദേഹത്തിന് ആ സഹോദരിക്ക് ഒരു ആക്സിഡന്റ് ആയി. ഭയങ്കര ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തിൽ ഒരുപാട് എല്ലുകളെല്ലാം ഓടിഞ്ഞ് നുറുങ്ങി കിടപ്പിലായി. മീൻസ് അവർക്ക് വീൽ ചെയറിൽ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആരെല്ലാം സഹായത്തോടു കൂടി ആ ബെഡേ കയറി കിടക്കും. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിളിച്ചു. നമുക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാം. എന്നെക്കാളും ഒരുപാട് ദൂരമുണ്ട്. ഒരു 10-15 എനിക്കൊന്ന് 10-25 മൈൽ 10-25 മണിക്കൂർ ദൂരം പോകണം അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ. അത്ര ഒന്നും പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇരിക്കുന്ന പോലെ എന്താണ് കിലോമീറ്റർ അകലെയാണ് അവരിയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുക. ആദ്യത്തെ ആഴ്ച പ്രാർത്ഥിച്ചൊന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച വിളിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച ശനിയാഴ്ച വിളിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഒരനക്കവും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, സഹോദരി സൗഖ്യമാകാൻ വല്ല പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു പലപ്പോഴും ഈ രോഗികളോടൊക്കെ ചോദിക്കാറുണ്ടല്ലേ, നിങ്ങൾക്ക് സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് സൗഖ്യമാകാൻ വിശ്വാസമുണ്ടോ? അന്നേരമാണ് പറയുന്നത്, ഞാനൊക്കെ സൗഖ്യമാകാൻ ഇഷ്ടമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി. കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോഴും അവർ പറഞ്ഞു, എന്റെ ഇടത് കൈ പൊങ്ങുന്നു. ഹല്ലേലൂയ. കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വലത് കൈ പൊങ്ങുന്നു. ഹല്ലേലൂയ. കുറച്ചു നേരം പ്രാവശ്യം എന്റെ തൊടവഴി, എന്റെ കാല് വഴി എല്ലാം കരണ്ട് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഹല്ലേലൂയ. എന്താണ്? ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കാം. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു പുതുക്കം, ഒരു പുതിയ വഴി തുടങ്ങട്ടെ. ഒരു പുതിയ വഴി കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കാം. ഒരു പുതുക്കത്തിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. ചില പൂട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന ചില പൂട്ടുകൾ കർത്താവ് തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചില പൂട്ടുകൾ എന്ന പൽക്കാലം കർത്താവ് അഴിക്കുക. ഉറബ സകല ശകലക്കന ധന റഗസ്തിനിയും കൂടെ കർത്താവ് പറയുന്നത് എന്താണ്? ഫോർഗെറ്റ് ദ ഫോമർ തിങ്സ്. പഴയ കാര്യങ്ങളെ മറന്നു കളയുക. നിങ്ങൾ പുതിയതായിട്ട് ചില പുതിയ അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ദൈവം നമ്മുടെ ആ ഭൂതകാലത്തെ ഓർക്കുന്നില്ല. ഇന്ന് പലരും പാപം ചെയ്തു പോയല്ലോ 10 വർഷം മുന്നേ പാപം ചെയ്ത കാര്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പാപം ചെയ്തു പോയല്ലോ കർത്താവേ, ഞാനെന്ന് കർത്താവെ 90-ൽ പാപം ചെയ്തു പോയല്ലോ, 92-ൽ ഇന്ന പാപം ചെയ്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഓർക്കുന്നു പോലുമില്ല. നിങ്ങൾ പറഞ്ഞ പാപം തീർന്നു. നിങ്ങൾ രാത്രി ഇരുന്ന് പ്രാർത്ഥില്ലേ? അന്നു നിങ്ങൾ രാത്രി ഇരിക്കുമ്പോൾ അല്ല അറിയാതെ പാപം ചെയ്തു പോയെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞ രക്തത്തിൽ കഴിയ പിന്നെ തീർന്നത്. അതുകൊണ്ട് ഭൂതകാലത്തെ ദൈവം ഓർക്കുന്നില്ല. ദൈവം എപ്പോഴും പുതിയ തരുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് യേശു പറഞ്ഞത്, ഇന്നത്തെ ദോഷം ഇന്ന് മതി. നാളത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. നിങ്ങളുടെ തലയിലെ തലമുടി എണ്ണാൻ സാധ്യമല്ല. നിങ്ങളുടെ തലമുടിയെ നിങ്ങൾക്ക് കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ സാധ്യമല്ല, അല്ലെ? അതാണ് കർത്താവ് പുതിയ തുടക്കം. ചിലരെ അവയവങ്ങൾ കർത്താവ് പുതിയതായിട്ട് തരാൻ പോവുകയാണ്. നിങ്ങളുടെ അവയവങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ, ഹാർട്ടിന്റെ പ്രശ്നമോ അല്ല തൈറോയിഡിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വാദസംബന്ധമായ വിഷയം, എന്ത് വിഷയമായാലും ശരി, നിങ്ങളുടെ അവയവങ്ങൾ കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ പോവാ. ജീസസ്. ബ്ലഡ് പ്രഷർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഷുഗറിന്റെ രോഗം മാറട്ടെ. ഹല്ലേലൂയ. ചിലർ പറയും, പാസ്റ്ററെ ഞാന് പറഞ്ഞു 16 വർഷമായിട്ട് എനിക്ക് ക്യാൻസറാണ്. വേറൊരാൾ എന്നിട്ട് പറയും, പാസ്റ്ററെ എനിക്ക് 10 വർഷമായിട്ട് ഷുഗറാണ്. ഈ പുള്ളിയെ കൂടെ നടത്തുക. പാസ്റ്ററെ 10 വർഷമായിട്ട് ഷുഗറാണ്. എന്താണ് അതിന്റെ അർത്ഥം? തന്നെ പുള്ളി അങ്ങ് വെച്ചിരിക്കുകയാണ് 10 വർഷമായിട്ട് പുള്ളിയെ കൊണ്ട് നടക്കുവാന്ന്. നോ. നിങ്ങൾക്ക് ഷുഗർ കൂടുന്ന കാണുമ്പോഴേ നിങ്ങൾ പറഞ്ഞോളൂ, യേശുവിന്റെ നാമത്തിൽ നോ, അനുവദിക്കത്തില്ല, ഔട്ട്. യേശുവിന്റെ നാമത്തിൽ ഷുഗറെ നിന്നെ അനുവദിക്കത്തില്ല, BP നിന്നെ അനുവദിക്കത്തില്ല, പ്രഷറെ നിന്നെ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇത് മന്ദിരമാണ്. എന്നെ തൊടുവാൻ അനുവാദമില്ല. എത്ര പേര് പറയുന്നു? നിങ്ങൾ തല കഴിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ പറ, രോഗാത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. ഈ ശരീരത്തിരിക്കാൻ നിനക്ക് അവകാശമില്ല. ഇത് യേശുവിന്റെ മന്ദിരമാണ്, ഇറങ്ങിപ്പോ. നിങ്ങൾ എന്തെങ്കിലും പാപത്തിലിട്ട് കറക്കുന്നുണ്ടെങ്കിൽ പറ, പാപം ചെയ്യിക്കുന്ന ആത്മാവേ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, പറ യേശുവിന്റെ നാമത്തില് ബ്ലഡ് ഷുഗർ മാറട്ടെ, നോർമൽ ആകട്ടെ. നിങ്ങൾ പ്രഷർ BP ഉണ്ടെങ്കിൽ പറ, യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. നിങ്ങൾ എന്ത് വിഷയമാണ് പറ, യേശുവിന്റെ നാമത്തിൽ. കാരണം ഈ ശരീരത്തിരിക്കാൻ അനുവാദമില്ല. ഇത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ടെമ്പിളാ. ഇത് പരിശുദ്ധാത്മാവിന്റെ ടെമ്പിളാ.
ഇത് പരിശുദ്ധാത്മാവിന്റെ ടെമ്പിളാണ്. ആ പിശാചിലൂടെ അല്ലെങ്കിൽ രോഗാത്മാവിലൂടെ ഇരിക്കാൻ അനുവാദമല്ല. ഔട്ട് ദ നെയിം ഓഫ് ജീസസ്, ഔട്ട്, ഔട്ട് ദ നെയിം ഓഫ് ജീസസ്, ഔട്ട്. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങൾ തൊടുന്നു. ഔട്ട് ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഔട്ട്, യേശുവിന്റെ നാമത്തിൽ ഔട്ട്, യേശുവിന്റെ നാമത്തിൽ ഔട്ട്. The name of Jesus, the name of Jesus, out. Ribana Sigani, out, out, out. Come out now. The name of Jesus, come out now. Resi, Rika, Baba, Hallelujah. എത്ര പേർക്ക് ശരീരത്തിൽ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടോ ദൈവാത്മാവിന്റെ സാന്നിധ്യം? കര ഉയർത്തിയാലും, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നൊരു കര ഉയർത്തിയാൽ, ഓ the name of Jesus, Hallelujah. ഒരു പുതിയ തുടക്കം കർത്താവ് വരട്ടെ. യെശയ്യാപ്രവചനം 43:18-19 വായിച്ചതുപോലെ ഒരു പുതിയ അനുഭവം ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. പണ്ടത്തെ കാര്യങ്ങൾ മറക്കുക, ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കരുത്. നോക്കുക, ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ദൈവാത്മാ പറയുന്നത് എന്താണ്? പണ്ടത്തെ കാര്യം നിങ്ങൾ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ മറന്നുകളാം. നിങ്ങളൊരു പുതിയ മനുഷ്യയായി തീരും, ഒരു പുതിയ ജീവിതമാക്കി തീരാൻ, ഒരു പുതിയതായി തീരാൻ, ഒരു പുതിയതായി തീരാൻ. യേശുവിന്റെ നാമത്തിൽ പുതിയതായി തീരട്ടെ. നമ്മൾ യേശുവിന്റെ നാമത്തിൽ പുതിയതായി തീരട്ടെ. ഒരു പുതിയ വ്യക്തി ജീവിതമായി തീരട്ടെ. ഒരു പുതിയ വ്യക്തി ജീവിതമായി തീരട്ടെ. ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കട്ടെ. ഒരു പുതിയ അനുഭവം ഇപ്പോൾ ലഭിക്കട്ടെ. ഇപ്പോൾ അത് മുളച്ചു പൊങ്ങുന്നു. ഓ, നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളത് മുളച്ചു പൊങ്ങുന്നു. യെസ്, വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുക. മുളച്ചു പൊങ്ങുന്നു, മുളച്ചു പൊങ്ങുന്നു. യെസ്, നിങ്ങൾക്കത് മുളച്ചു പോകുന്നു. ഒരു വള്ളി മുളച്ചു പൊങ്ങുന്നു, ഒരു മുളച്ചു പോകുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ വായോട് വിളിച്ചു പറ, ഞാൻ പുതിയൊരു വ്യക്തിയായി തീരും. ഞാൻ എന്റെ ജീവിതം ഇപ്പോൾ മുതൽ പുതിയ അനുഭവത്തിലോട്ട് പോകാൻ പോവുകയാണ്. പുതിയ ആത്മീയ അനുഗ്രഹങ്ങൾ, പുതിയ ഭൗതിക അനുഗ്രഹങ്ങൾ, പുതിയ കുടുംബ അനുഗ്രഹങ്ങൾ, പുതിയ ഒരു പുതിയ സന്തോഷം. യേശുനാഥി അത്ഭുതം നടക്കട്ടെ. യേശുനാഥി അത്ഭുതം നടക്കട്ടെ. യേശുനാഥി ഇപ്പൊ അത്ഭുതം നടക്കട്ടെ. യേശുനാഥി ഇപ്പൊ അത്ഭുതം നടക്കുന്നു. യേശുനാഥി അത്ഭുതം നടക്കുന്നു. The name of Jesus. മരുഭൂമിയുടെ നടുവിലും എന്താണ് നമ്മൾ നേരത്തെ വായിച്ചത്? എന്താണ്? ഓ, വഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. മരുഭൂമിയുടെ നടുവിലും വഴി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? വഴി ഒരുക്കും, വഴി ഒരുക്കും, വഴി ഒരുക്കും. മരുഭൂമിയാണോ? കർത്താവിടെ വഴി ഒരുക്കിയിരിക്കും. വഴി ഒരുക്കും ദൈവമാണ്. ഹല്ലേലൂയ. ഉറമാറാകാസ്തികനി സുരേഷ് ബാബു വഴി ഒരുക്കാൻ പോകട്ടെ. പുതിയ വഴി ഒരുക്കാൻ പോവാ. ശക്തമായി പ്രാർത്ഥിച്ചോ. മരുഭൂമിയുടെ നടുവില് വഴിയൊരുക്കാൻ പോവാ. മരുഭൂമിയുടെ നടുവിൽ വഴിയൊരുക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സുരേഷ് ബാബു വഴിയുണ്ടാക്കാൻ പോവാ. ഓ റാഖാന സന്തൽഖന ജനാ റഗജാം. കർത്താവ് ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ, കർത്താവ് ചെയ്യട്ടെ. എല്ലാ അപകട മേഖലകളും ശാസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ബാബു ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാക്കുന്ന പോരുകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസർ പ്രാർത്ഥിക്കുന്നു. കൈകൾ തകർക്കുവാൻ, കാലുകൾ തകർക്കുവാൻ, ഒടിവുണ്ടാക്കുവാൻ വേണ്ടി. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേര്, ആണെന്ന്, ഇല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞേര് കേട്ടോ. സുരേഷ് ബാബു, സുരേഷ് ബാബു ഉണ്ടോ? അല്ലെ, എവിടെയോ സുരേഷ് ബാബു. ഞാൻ യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ്, സുരേഷ് ബാബു ആണ് പറയുന്നത്. ഓ റബ. സുരേഷ് ബാബു എന്ന് പറഞ്ഞാല് ഞാൻ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്നത്, അല്ലേ? ബ്ലൂ ബനിയൻ ഇട്ടിരിക്കുന്നത്. യെസ്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപകടം ഉണ്ടാക്കുന്ന ചില പോരുകളുണ്ട് യേശുവിന്റെ നാമത്തിൽ. അതിനിപ്പം മറ്റേ ഇവാഞ്ചലി സുരേഷ് ബാബു. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബ്രദറെ? വല്ല മനസ്സിലാകുന്നുണ്ടോ? വാഹനത്തിൽ പോകുമ്പോൾ പലപ്പോഴും ആക്സിഡന്റ് വരുന്ന നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളല്ലേ? ഓക്കെ, അതാണ്. നിങ്ങൾ ലോറി ഓടിക്കുന്ന ആളാണോ അതോ ബൈക്ക്? അതാണ് ഈ ആക്സിഡന്റ് സോൺ. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആക്സിഡന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പോരാട്ടമുണ്ട്. ഇപ്പോൾ മുതൽ ഞങ്ങളൊന്ന് ശ്വാസിക്കുന്നതിന് പാസ്റ്റർ ബിജി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിനോട്. യേശുവിന്റെ നാമത്തില് ആക്സിഡന്റ് ഉണ്ടാക്കുന്ന, കൈകാലിൽ ഒടിച്ചു കളയാൻ നോക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ഞങ്ങൾ ശാസിക്കുന്നു, ഒന്നിച്ചും ശാസിക്കുന്നു, മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഈ സഹോദരന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. കർത്താവായ യേശുവിന്റെ രക്തം ഞങ്ങൾ സഹോദരൻ തളിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. സൂക്ഷിച്ചാൽ, പരിപാലിച്ചാൽ, ദൂതന്മാർ മുന്നിൽ പുറകിൽ പോട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്.
ഇവാഞ്ചലി സുരേഷ് ബാബു എന്തായാലും കര ഉയർത്തിയായിരുന്നു. ഓ റബന ഹസ്തിനി. ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ പാസ്റ്ററെ, അദ്ദേഹത്തെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഇവാഞ്ചലി സുരേഷ് ബാബു നിങ്ങൾ വചനമായിട്ട് എഴുന്നേൽക്കും, നിങ്ങൾ മറ്റുള്ളവർ പ്രസംഗിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ഒരു കർത്താവ് അങ്ങനെ കണ്ടിരിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. ഉറപ്പിച്ചൊന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ചില ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ കർത്താവ് നിർത്തുന്നതായിട്ട് കാണുന്നു. ചിലരൊക്കെ നിങ്ങൾ ഫീഡ് ചെയ്യുന്നതായിട്ട് കാണും. ചില ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ വളർത്തും, നിങ്ങൾ കൊടുക്കും, നിങ്ങൾ ഇല കൊടുക്കുന്നത് പോലെ വചനം കൊടുത്ത് അവരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഉപയോഗിക്കട്ടെ. ചില വീടുകളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ വേണ്ടി, ചില കൂട്ടത്തോട് സുവിശേഷം പറയാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പുതിയ അഭിഷേകം കർത്താവ് പറഞ്ഞ ഒരു പുതിയ മെതിവണ്ടിയാക്കിയാൽ മാറ്റാൻ പോകും. പുതിയൊരു അഭിഷേകത്തിലോട്ട് പുതിയൊരു ശുശ്രൂഷയിലൂടെ കടത്താൻ പോയി സഹോദരനെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവിന് നന്ദി. പാസ്റ്റർ സഭയുണ്ടോ? ഇവാഞ്ചലിസ്റ്റ് സുരേഷ് ബാബുവിന് സഭയുണ്ടോ? എവിടെ? നാട്ടിലെവിടെയാ? കൊല്ലത്തായിരുന്നു, ഇപ്പം വയനാട്ടിലേക്ക് വന്നു. വയനാട് സഭയുണ്ടോ? സഭയില്ല, സുവിശേഷ ഭാവത്തിനാണ്. അല്ല, ചർച്ച ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചർച്ച പ്ലാൻ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? സഭ ആരംഭിക്കാൻ? ഉണ്ട്. സഭ ദൈവം തരും. അവിടെ ഞാൻ ചോദിച്ചേ. ആമേൻ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഒരു സഭ ഒരുക്കാൻ പോവാ. ആമേൻ. കറക്റ്റ് അല്ലേ? പറഞ്ഞ കറക്റ്റ് അല്ലേ? സഭ ഒരുക്കാൻ പോവാ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും, പക്ഷെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവം ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവാ. സഭ ആരംഭിക്കാൻ പോവാ. ജീസസ് ഒരു പുതുക്കം. ഞാൻ പറഞ്ഞു എന്തൊരു പുതിയ പുതുക്കവാ. എല്ലാവർക്കും ഒരു പുതിയൊരു അനോയിന്റിംഗ് കർത്താവ് തരാൻ പോവുക. ഹല്ലേലൂയ. ഈ യാക്കോബ് 5:11 പറയുന്നത് as you know we bless those who have preserved. എന്താ പറയുന്നത് അവിടെ? അതിന്റെ മലയാളം പറയുന്നത് യാക്കോബ് സ്ഥിരമായ ഉത്സാഹമാണ് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി. യെസ്, അതിന്റെ മലയാളം അതാണ്. സ്ഥിരമായ ഉത്സാഹം. അവശനായി എപ്പോഴും വയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും വയ്യെന്നിരിക്കത്തുള്ളൂ. എന്ന് നിങ്ങൾ വയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ വയ്യാന്നാകും. ദ നെയിം ഓഫ് ജീസസ്. അവസ്ഥ മാറട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ജമന ഹസ്തി റഗദന. പാസ്റ്റർ ഇനി സമയം എത്ര മിനിറ്റ് ഉണ്ട് പാസ്റ്റർ മുന്നില്? ഹല്ലേലൂയ. 8 ഇവിടെ 8:09. 6:39 ആയുള്ളൂ പക്ഷേ 6:45 വരെ. ഓക്കെ. അപ്പൊ എന്താണ്? നല്ല ഉത്സാഹമുള്ളവരെ കർത്താവ് കാണുക. ഉത്സാഹം വേണം. സ്ഥിരമായ ഒരു ഉത്സാഹമാണ് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി. എല്ലാരും പറഞ്ഞേ ഞാൻ ഉത്സാഹമുള്ള വ്യക്തിയാണ്, ഞാൻ എരിവുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. പുതിയൊരു തുടക്കം വേണമെങ്കിൽ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മാക്സിമം 1 മണിക്കൂർ 45 മിനിറ്റ്സ് ദിവസം സ്പെൻഡ് ചെയ്യണം. എത്ര പേര് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ദൈവാത്മാവിന്റെ സന്നിധിയിൽ ഇരിക്കണം. നിങ്ങൾ ദൈവമായിട്ട്, വചനമായിട്ട്, പ്രാർത്ഥനയായിട്ട്, നിങ്ങൾ ആരാധനയായിട്ട് ദൈവസ്ഥാനത്ത് ഇരിക്കണം. തുടക്കം നിങ്ങളുടെ ജീവിതം ഇതായിരിക്കണം. എന്നും ദൈവസ്ഥാനത്തെ നമ്മൾ അനുഭവിക്കണം. ദൈവത്തെ എന്നും വിളിച്ചു വരുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുറിക്കാതെ യേശു എന്നും വരണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ എന്നും തൊടണം. രാപകൽ നിങ്ങൾ ദൈവസ്ഥാനത്ത് ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ഉത്സാഹം കിട്ടത്തുള്ളൂ. പുതിയ തുടക്കത്തിന് നല്ലൊരു ഉത്സാഹം ആവശ്യമാണ്. 2, പുതിയ തുടക്കത്തിന് നല്ലൊരു ക്ഷമ ആവശ്യമാണ്. അതാണ് യാക്കോബ് 5:11 നമ്മൾ പറയുന്നത്. നല്ല ഉത്സാഹം വേണം, നല്ല ക്ഷമ വേണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് തുള്ളൻ കൊണ്ടുപോയതെല്ലാം കർത്താവ് മടക്കി തരാൻ പോവാ. തുള്ളനും വെട്ടിലും കൊണ്ടുപോയതെല്ലാം കർത്താവ് മടക്കി തരാൻ പോവാ. ചില തുള്ളനും വെട്ടിലും കൊണ്ടുപോയതൊക്കെ നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ, നിങ്ങളെ മോട്ടിച്ചോണ്ട് പോയാ ഇതെല്ലാം മടക്കി കൊണ്ടുവരാൻ പോവാ. നിങ്ങൾ സദൃശവാക്യങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? കള്ളൻ മോട്ടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എത്ര മടങ്ങാട്ട് മടങ്ങിക്കൊണ്ടിരണം? അറിയാവുന്നത് പറഞ്ഞേ. കള്ളൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര മടങ്ങായിട്ട് മടക്കി കൊണ്ടിരണം? 7 മടങ്ങായിട്ട് മടക്കി കൊണ്ടിരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞേ, നിങ്ങളുടെ 1000 രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മടക്കി കൊണ്ടിരണം? 8000 രൂപ മടക്കി കൊണ്ടിരണം. നിങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെട്ട എത്ര വർഷം മടക്കി തരണം? 7 വർഷം മടക്കി തരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കുടുംബജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 7 കുടുംബജീവിതം ചോദിക്കരുത് പ്ലീസ്.
നിങ്ങൾ ഒരു വർഷം നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കർത്താവ് കുടുംബജീവിതം മടക്കി തന്നേ പറ്റത്തുള്ളൂ. കള്ളം കൊണ്ടുപോയെങ്കിൽ കുടുംബജീവിതം മടക്കി തന്നേ പറ്റത്തുള്ളൂ, അല്ലെ? ഒരു നിമിഷം പ്രാർത്ഥിച്ചേ, നിങ്ങൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവ് എന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ എന്റെ 1 ലക്ഷം പോയി കഴിഞ്ഞാൽ എനിക്ക് 8 ലക്ഷം മടക്കി തന്നേ പറ്റത്തുള്ളൂ. വചനപ്രകാരം എനിക്ക് 1 കോടി നഷ്ടപ്പെട്ടെങ്കിൽ 8 കോടി എനിക്ക് മടക്കി തന്നേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തെ കള്ളനോട് ഞങ്ങൾ കൽപ്പിക്കുക, മടക്കി കൊണ്ടുപോവാ. എത്ര പേര് പറ? നിങ്ങൾ വായ തുറന്ന് പറഞ്ഞോ, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോവാ, കർത്താവ് ചെയ്യാൻ പോവാ. നിങ്ങളോട് പറ, എന്റെ നന്മ കള്ളം കൊണ്ടുപോയെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം കള്ളം കൊണ്ടുപോയെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കള്ളം കൊണ്ടുപോയെങ്കിൽ, യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ, നിങ്ങൾ പറ, അത് മടങ്ങി വരട്ടെ, അത് മടങ്ങി വരട്ടെ. The name of Jesus, മടങ്ങി വരട്ടെ. പാസേ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറാൻ പോകും. പാസിന്റെ ഡ്രോയർ തുറക്കുമ്പോൾ അതിനകത്ത് പണം കാണും കേട്ടോ. വിളിച്ചു പറ, ഡ്രോയറിനകത്ത് കൈയിട്ടെന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ അത് കാലിയാ, പക്ഷെ പ്രാർത്ഥിക്ക്, എന്നും പ്രാർത്ഥിക്കും. ഞാൻ തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൈസ ഉണ്ടാകണം, ഇതിന്റെ അകത്ത് പണം ഉണ്ടാകണം. കാരണം മിനിസ്ട്രി ആണെങ്കിൽ പണം വേണം, അല്ലെ പാസേ? ഗോസ്പൽ ഫ്രീയാ, മിനിസ്ട്രി ഫ്രീയാ, കർത്താവ് വരുന്ന ഗിഫ്റ്റാ. പക്ഷെ ഇത് എത്തിച്ചു ചേർക്കണമെങ്കിൽ പൈസ ആവശ്യമാണ്. നിങ്ങളിപ്പോ ഇവിടെ എത്ര പേര് ഇന്റർനെറ്റിൽ പൈസ കൊടുക്കുന്നുണ്ട്? ഞാൻ ഇന്റർനെറ്റിൽ പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് എത്തിച്ച് ചേർക്കണമെങ്കിൽ പൈസ വേണം. പക്ഷെ അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിക്കണമെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പലർക്കും പാവങ്ങളെ സഹായിച്ച്, അല്ലെങ്കിൽ വീട് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ ചെയ്ത് ഇതൊക്കെ ചെയ്യണം. ഉടുപ്പ് കൊടുത്ത്, ഡ്രസ്സ് കൊടുത്ത്, ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്താണ്? പണം ആവശ്യമാണ്. ഇന്ന് മുതൽ ഡ്രോയറിന്റെ അകത്ത് കൈയിട്ട് പാസ് പ്രാർത്ഥിച്ചേ, ഞാൻ എങ്ങനെ കാണുന്നു? വെളിപ്പാടി കാണുക. പാസ് ദൈവം നന്മ തരും. വിളിച്ചു പറ, ഞാൻ പിശാച് നീ കൊണ്ടുപോയ നന്മകൾ 7 മടങ്ങാണ്ട് ഞാൻ ചോദിക്കുക. എന്നൊരു പുതുക്കുക കേട്ടോ, നിങ്ങൾക്ക് എല്ലാം പുതുക്കുക. നിങ്ങളുടെ ആരോഗ്യം പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറ, 7 മടങ്ങ് ആരോഗ്യം എനിക്ക് മടക്കി വരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചു പറ, 7 വീട് തന്നേ പറ്റത്തുള്ളൂ. 7 വീട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വീട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. വിളിച്ചു പറ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വീട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീവനാഹ സഭ നഷ്ടപ്പെട്ടവർ പറ, 7 സഭ മടക്കി തന്നേ പറ്റത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. 7 സഭ മടക്കി തന്നേ പറ്റത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. ഹാലയിൽ ജോലി നഷ്ടപ്പെട്ടവർ പറ, 7 മടങ്ങ് ശമ്പളമല്ല ജോലി മടക്കി തന്നേ പറ്റത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. ജീസസ് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, വചനത്തിന്റെ വ്യവസ്ഥയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ സഹിച്ചു നിൽക്കുന്നവരെ ഞങ്ങൾ ഭാഗ്യവാന്മാരായി കാണുന്നെന്നാണ് യാക്കോബ് പറയുന്നത്. യോബിന്റെ സഹിഷ്ണുത നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഒടുക്കത്തിൽ കർത്താവ് എന്താണ് അവന് വരുത്തിയത്? യോബിന് വരുത്തിയത് എന്താണ്? ഹല്ലേലൂയ, അനുഗ്രഹിക്കുവാനിടയായി. യോബിനെ നഷ്ടപ്പെട്ടെല്ലാം മടക്കി കൊടുക്കുവാനിടയായി. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ, എ ന്യൂ ബിഗിനിങ്. ഇന്ന് പകൽ കർത്താവ് ഒരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കുക. ക്യാൻ സ്റ്റാർട്ട് റൈറ്റ് വേർ യു ആർ. ഇപ്പൊ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടാകാൻ പോവാൻ, പുതിയൊരു നീരുറവ കർത്താവ് തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കും നിങ്ങൾ, പുതിയൊരു നീരുറവ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ കാല് വെച്ചിരിക്കുന്ന നിങ്ങൾ അവകാശമായി തീർക്കാൻ പോവുകയാണ്. ചില അധികാരങ്ങൾ കർത്താവ് തരാൻ പോവുകയാണ്. പുതിയ അനുഭവം, ന്യൂ ബിഗിനിങ്. awaiting everyone who is willing and wanted to make Jesus Christ the Lord of their life. നിങ്ങൾ യേശുവിനെ കൂടെ നടക്കാമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവായിട്ട് പറ്റി നടക്കാമെങ്കിൽ, ഇന്ന് പകരം കർത്താവെ ഞാൻ യേശുവായിട്ട് പറ്റി നടക്കുകയാണ്, യേശുവിന്റെ കൂടെ നടക്കുക. അത്ഭുതം നടക്കട്ടെ. പക്ഷെ ഒരു മാസമായിട്ട് എനിക്ക് ജോലിയില്ല. ഞാൻ ജോലി ചെയ്തിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നും പറയും. ഞാൻ ഇന്നും ദൈവത്തോട് പറയും, എനിക്ക് $2000 ആഴ്ച തന്നേ പറ്റത്തുള്ളൂ. ജോലി ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിൽ തന്നേ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. കാരണം എനിക്ക് റെന്റ് അടയ്ക്കണം, എനിക്ക് ബില്ലുകളെല്ലാം അടയ്ക്കണം. അത്ഭുതം നടക്കുമോ പാസ്റ്റേ? അത്ഭുതം നടക്കുമോ? അത്ഭുതം നടക്കൂന്നേ. കഴിഞ്ഞ ദിവസം ബില്ലുകളെല്ലാം അടച്ചു. മാസാവസാനമല്ലേ, എല്ലാ ബില്ലുകൾ അടച്ചു. ജോലി ചെയ്യാതെ ബില്ലുകൾ അടച്ചു. കാരണം എന്താണ്? ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ വിളിച്ചു പറ, നിങ്ങൾ കടഭാരമാണ്, നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ വിളിച്ചു പറ. ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ലോണിനെ ശാസിക്കുക. ബാങ്കിൽ ലോൺ മാറിപ്പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം നിങ്ങൾ ലോണിൽ വാങ്ങിച്ചിരിക്കുന്ന കർത്താവിൽ പറ. നിങ്ങൾ എത്ര ലക്ഷം രൂപയ്ക്ക് ലോൺ വാങ്ങിച്ചിരിക്കുന്ന വീട്? 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 30 ലക്ഷം പറ. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ ലോൺ അടയ്ക്കുവാൻ ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. പറ. യേശുവിന്റെ നാമത്തിൽ പറ. അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ യാചകരല്ല. നമ്മൾ ആരും യാചകരല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഇഷ്ടംപോലെ സ്വത്ത് കർത്താവിന്റെ കയ്യിലിരിപ്പുണ്ട്. പിശാച് എത്ര തടഞ്ഞാലും ഇന്ന് അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഒരു പുതിയ, നമ്മൾ രാജാക്കന്മാരാണ്.
നമ്മൾ രാജാക്കന്മാരുടെ മക്കളാണ് അല്ലെ, രാജാവിന്റെ മക്കളാണ് നമ്മൾ. കിങ് ഓഫ് അല്ല, നമ്മുടെ കിങ്, നമ്മുടെ രാജാവാണ് യേശു. നമ്മൾ യേശുവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം അത്ഭുതം ചെയ്യും. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാം. 1-2 ആഴ്ച മുന്നേ ഞാൻ രാവിലെ ഒരു യാത്രയിലാണ്. രാവിലെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഞാൻ സാധാരണ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഒരു പാക്കറ്റ്, എന്തെങ്കിലും നമുക്ക് പൊതി കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് ഈ ഹോട്ടലിൽ കയറി കഴിക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തരുമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ അറിയാമല്ലോ. അപ്പം നമുക്ക് പോകുന്ന വഴി ഞാൻ ഓർത്ത് ഇന്ന് ഉച്ചക്കത്തേക്ക് ഒന്നും എടുത്തില്ലല്ലോ. രാവിലെ ഞാൻ ഓർത്തുനിന്ന് കടയിൽ കയറിയിട്ട് ഒരു കോഫി വാങ്ങിക്കാം. ഇവിടെ നമ്മൾ പിസ്സ അറിയില്ല, പിസ്സ കിട്ടും. ഒരു പിസ്സ മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1-2 സ്ലൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതാവും. ഞാൻ വാങ്ങിക്കാൻ കയറി കടയിൽ ചെന്നപ്പോൾ കോഫി മാത്രമേ ഉള്ളൂ, അവിടെ കഴിക്കാനൊന്നുമില്ല. ഞാൻ പിന്നെ കോഫി വാങ്ങിച്ച് ആ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, നീ പൈസ തരണ്ട. ഞാൻ കോഫിക്ക് പൈസ വേണ്ട. പുള്ളി പറഞ്ഞു വേണ്ട, എന്നെ പരിചയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഓർത്ത പുള്ളി ഫ്രീ ഒന്നല്ല. ഞാൻ കോഫി വാങ്ങിച്ച്, ഞാൻ സാധാരണ ഹോട്ടലിൽ കയറി ആരും ചേർത്തൊന്നുമില്ല. ഞാൻ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി. അപ്പൊ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഡോക്ടറിന്റെ വീടാണ്. അവിടെ ചെന്ന് കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്ററെ ഉച്ചക്കത്തേക്ക് ഇവിടെ ഒന്നും ഇരിപ്പില്ല, ഒന്ന് പിസ്സ ഓർഡർ ചെയ്യട്ടെ. രാവിലെ ഞാൻ ചിന്തിച്ചോളൂ പാസ്റ്ററെ, ഒരു പിസ്സയുടെ പീസ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കടയിൽ കയറിയതുള്ളൂ. ഉച്ചയായപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, വലിയ പിസ്സ വാങ്ങിച്ചോണ്ട് വന്നു. സിമ്പിളായിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ യേശുവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. യേശുവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാതെ തന്നെ ദൈവം ചെയ്യും. How does God give us the fresh start? അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധാത്മ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഒരു പരിവർത്തനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ യേശുവിലൂടെ നടക്കും. യേശുവിലൂടെ നിങ്ങൾ നടക്കുക, അത്ഭുതം നടക്കട്ടെ. He alone died for our sin, അല്ലെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. And was raised from the dead. അവൻ മരിച്ചെടുത്തുനിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. From the dead to give us a fresh start. മരിച്ചെടുത്തുനിന്ന് ഉയർച്ച ലഭിച്ചപ്പോൾ നമുക്കൊരു പുതിയ അനുഭവം തന്നിരിക്കുക. ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് എ ന്യൂ ലൈഫ്. അതാണ് റോമലേഖനം 5-8 വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ യേശുവാണ് നമ്മുടെ പ്രത്യാശ. ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. ഇന്ന് മുതൽ യേശുവിന്റെ കൂടെ നടക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാവുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. When we come to him for salvation, he comes in our life and makes everything new. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പുതിയതായി തീർന്നു. നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാലേ നമ്മളിപ്പം പുതിയ വ്യക്തികളാ. ഇപ്പോഴും നമ്മൾ ഇന്ന് കർത്താവ് പറഞ്ഞ സീസൺ മാറ്റാം. ഒരു സീസൺ യോഹന്നാന്റെ 3:3 നമ്മൾ വായിച്ചു നോക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നമുക്കൊരു പുതിയ തുടക്കവും ഒരു പുതിയ ജീവിതവും നൽകുന്നതിന് കർത്താവ് മരിച്ച് ഉയർച്ചതിനാൽ നമുക്കൊരു പുതിയത് തന്നിരിക്കാം. അപ്പൊ പുതിയ തുടക്കത്തിന്റെ പ്രത്യാശ എന്ന പകൽക്കാലം നമ്മൾ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. നിങ്ങൾ എന്റെ ക്യാമറയ്ക്ക് നേരെ പ്രാർത്ഥിച്ചാൽ, കരങ്ങൾ ഉയർത്തിയാൽ ഒരു നിമിഷം ഹല്ലേലൂയ. നിങ്ങൾ എന്റെ ക്യാമറ, എന്റെ ഫേസ് നിങ്ങൾ കാണാമല്ലോ. എന്റെ കൈയുടെ നേരെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് കരങ്ങൾ ഉയർത്തിയാൽ പ്രാർത്ഥിച്ചാലും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഷിജി കുര്യൻ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോവാം. യെസ്, നിന്റെ പ്രാർത്ഥന ഇപ്പോൾ ആകാശമണ്ഡലത്തിലോട്ട് കയറുന്നു. നിന്റെ പ്രാർത്ഥന ഇപ്പോൾ ധൂപം പോലെ ഹല്ലേലൂയ ഇപ്പോൾ സ്വർഗത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ചില ദൂതന്മാർ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ഇരുന്ന സ്ഥാനത്ത് രാത്രി കടന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നതുപോലെ, കോമഡിയിലൂടെ കയറി ഇറങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിലൂടെ ഇപ്പോൾ ഒരു ദൂതൻ കയറി ഇറങ്ങുവാൻ പോകും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിന്റെ ഭവനത്തിന്റെ ഉള്ളിലോട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. The name of Jesus. നിന്റെ ആവശ്യങ്ങൾ ഇപ്പം പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിന്റെ വിഷയം ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോവാം. ഇപ്പോൾ നിനക്കൊരു പുതിയ ജീവിതം, ഒരു പുതിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ സംഭവിക്കട്ടെ. യെസ്, അപകടങ്ങളെ അനർത്ഥങ്ങളെ ശാസിക്കുന്നു. The name of Jesus.
The name of Jesus. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. The name of Jesus. അത്ഭുതം, അത്ഭുതം. നിങ്ങളുടെ വിഷയം പ്രാർത്ഥിച്ച്, എന്ത് വിഷയങ്ങളും പ്രാർത്ഥിച്ചാലും കർത്താവിനോട് പ്രാർത്ഥിച്ച് ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക, ചില ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക, ചില പോരുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക, ചില പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറുക. The name of Jesus. മാറി നിൽക്കാൻ കൽപ്പിക്കുന്നു. ചില വിടുതൽ വ്യാപരിക്കട്ടെ, ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രയാസങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഫ്രീ ആകട്ടെ. ഇപ്പോൾ ഫ്രീ ആകട്ടെ. സെറ്റ് ഫ്രീ, സെറ്റ് ഫ്രീ ആകട്ടെ. ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ. നിങ്ങൾ ഫ്രീ ആകട്ടെ. ഭാരം മാറട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ സംസാരിക്കാവോ? നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. സംസാരിക്കാവോ? ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഫീൽ ചെയ്യുന്നുണ്ടോ? The name of Jesus. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ല. നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടോ? യെസ്. The name of Jesus. The name of Jesus. കർത്താവിന്റെ സാന്നിധ്യം ആ സഹോദരൻ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. യെസ്. നിജോയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിജോ യേശുവിന്റെ നാമത്തിൽ ലിജോ ഐ തിങ്ക് നിജോ. യെസ്, നിജോ. The name of Jesus. യേശു നിങ്ങളെ പുറകിലുണ്ട് ഇപ്പോൾ. യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ സറണ്ടർ കൊടുക്കുക. യേശുവേ, യേശു നിങ്ങളുടെ പുറകിലുണ്ട്. യേശു നിങ്ങളുടെ പുറകിൽ നിൽപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾ അടുത്ത് നിൽപ്പുണ്ട് യേശു. ഐ കൻ സീൻ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ കാണുന്നു. യേശു നിങ്ങളുടെ ഉൾമുറിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. നിജോ, ഒന്ന് കർത്താവിന് സറണ്ടർ കൊടുത്തേ. കർത്താവിന്റെ തുടരണമേ എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാലും The name of Jesus. യെസ്. നിങ്ങൾക്ക് ആത്മാവിന്റെ ഒരു സാന്നിധ്യം കർത്താവ് പകരുവാൻ ആഗ്രഹിക്കുക. ഓ റബന സന്തൽ ഖന ദന റഗസ്. യെസ്. നിങ്ങളുടെ മേലൊരു സാന്നിധ്യം ഇറങ്ങി വരുന്നത്. യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലെ ഇറങ്ങി വരാൻ പോവാ. ടച്ച് ഹോളി സ്പിരിറ്റ്. കർത്താവെ, നിജോയ്ക്കിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തൊട്ടാലും ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിജോ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നോ? നിങ്ങളെ ദൈവം തൊടുന്നതായിട്ട് മനസ്സിലാകുന്നോ? ജീസസ്. ജാറാസി. ഓ, താങ്ക് യു ജീസസ്. വണ്ടർഫുൾ ജീസസ്. ആറാസി. ഹല്ലേലൂയ. അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അന്നമ്മ ജോർജിനല്ലായിരുന്നു ചൊറിച്ചിലുള്ള അല്ലേ? ശരീരത്തിൽ ചൊറിച്ചിൽ അന്നമ്മ ജോർജിനല്ലേ? വത്സമ്മ ജോർജ്. ഓക്കെ, വത്സമ്മ ജോർജ് ഒന്ന് പോപ്പപ്പ് ചെയ്യാവോ? വത്സമ്മ ജോർജ്. യേശുവിന്റെ നാമത്തിൽ സഹോദരിയുടെ ചൊറിച്ചിൽ മാറട്ടെ. ബോഡിയിലുള്ള ചൊറിച്ചില്, ഇച്ചിങ് മാറാൻ പ്രാർത്ഥിക്കുന്നു. The name of Jesus. ആ സഹോദരിയുടെ മേൽ കർത്താവിന് ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, ആ സഹോദരി മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ആ ചൊറിച്ചിലിന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ചൊറിയുന്ന, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ഭാരപ്പെടുത്തുന്ന, ഇപ്പോൾ അത് മാറിപ്പോട്ടെ. സൗഖ്യമാകട്ടെ. യേശുവിന്റെ രക്തം ഞാൻ തളിക്കുന്നു. യേശുവിന്റെ രക്തം ഞാൻ സഹോദരിയെ തളിക്കുന്നു. സൗഖ്യം. The name of Jesus. The name of Jesus. The name of Jesus. The name of Jesus. സൗഖ്യമാകട്ടെ. The name of Jesus. ദാബാറാസി റിഗദാറഗസ്തി ഹാലീസി. ഓ, താങ്ക് യു ജീസസ്. അത്യാവശ്യമായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്ന കര ഉയർത്തിയാൽ, അത്യാവശ്യമായിട്ട് രോഗത്തിൽ ഭാരപ്പെടുന്ന, രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിഷയമായിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സമയം മുന്നിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്ന് കര ഉയർത്തിയാലും. ജോൺസൺ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺസൺ ബ്ലോ. യേശുവിന്റെ നാമത്തിൽ ജോൺസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. The name of Jesus. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ജോൺസന്റെ ജീവിതത്തിൽ ഇപ്പൊ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം കർത്താവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഒരു പുതുക്കം നടക്കട്ടെ. ഒരു പുതുക്കം ഉണ്ടാകട്ടെ. The name of Jesus. ഒരു പുതുക്കം ഉണ്ടാകട്ടെ. The name of Jesus. മിറക്കിൾസ് നടക്കട്ടെ. ഇപ്പൊ തന്നെ ഒരു മിറക്കിൾസ് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. യെസ്. നിങ്ങളിൽ ദൈവസാന്നിധ്യമാണ് വെളിപ്പെടുകയാണ്. നിങ്ങളിലോട് പരിശുദ്ധാത്മ ഇറങ്ങി വരുന്നു. യെസ്, ഐ ക്യാൻ ഫീൽ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. യെസ്. ഇപ്പോൾ തന്നെ വിടുതല വ്യാപരിക്കട്ടെ. യെസ്. The name of Jesus. യേശുവിന്റെ നാമത്തിൽ വിടുതലായി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിത് KS. യേശുവിന്റെ നാമത്തിൽ അജിത് KSന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ കർത്താവ്. ഇപ്പം തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ പുതുക്കം നടക്കട്ടെ. ജീവിതത്തിൽ പുതുക്കം നടക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അതരഗജ അറഗസ്തി അന്തല റഗഷരക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ.
യേശുയുടെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇപ്പൊ തന്നെ വിടുതലായി സ്തോത്രം. യെസ്, പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ഭവനത്തിൽ നടക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഓ യേശുദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ടി യേശുദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. സഹോദരന് മേൽ ദൈവസാന്നിധ്യം തൊടട്ടെ കർത്താവ്. ദൈവസാന്നിധ്യം തൊടട്ടെ. ദൈവസാന്നിധ്യം തുടങ്ങട്ടെ. യെസ്, ആ സഹോദരനെ കർത്താവ് ഉറപ്പിക്കാൻ പോവാണ്. യേശുനാമത്തിൽ ഉറപ്പിക്കാൻ പോവാണ്. ചില 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 കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ ഉറപ്പിക്കാൻ പോവാണ്. ഒരു പുതുക്കം. യെസ്, ഒരു പുതുക്കം. ആ യേശുദാസിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ഉറപ്പിക്കാൻ പോവാണ്. ചിലതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ചിലതൊക്കെ ഉറപ്പിച്ച് കർത്താവ് ചിലതൊക്കെ പണിയാൻ പോവുകയാണ്. ഒരു ചില ദൈവപ്രവൃത്തികൾ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. യേശുനാമത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഉറവന ഹസിരി ഗദര റഗസ്ത. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എലിബേൻസ് സഹോദര പേരണ എബിനേസർ അല്ലെ, എബിനേസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിനേസർ, ദ നെയിം ഓഫ് ജീസസ്. എബിനേസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ കര ഉയർത്തിപ്പെടുത്തി എബിനേസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ഡെലിവറൻസ് കർത്താവ് ചെയ്യാൻ പോകും കേട്ടോ. നിങ്ങളെന്തോ വിഷയമായിട്ട് ഭാരപ്പെടുന്നു, അതിലുമൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകും. ഇന്ന് തന്നെ അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തെ ദിവസങ്ങൾ അത്ഭുതം നടക്കാൻ പോകും. യെസ്, കർത്താവ് ഇന്ന് തന്നെ അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും ഇപ്പോൾ തന്നെ ഡെലിവറൻസ് നടക്കട്ടെ. അതിന് മേലെ ഒരു ഡെലിവറൻസ് ദിവസങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെലിവറൻസ് 1, 2, 3 ചില ഡെലിവറൻസ്, ചില പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ മേലെ ദിവസങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. അത്ഭുതം ചെയ്യാൻ പോവാ. അത്ഭുതം ചെയ്യാൻ പോവാ. യെസ്, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. The name of Jesus, the name of Jesus. Hallelujah. ഓ റാബാബാബ. യെസ്, ജിസാസിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കർത്താവെ ജിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. The name of Jesus, the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യോടെ ഇറങ്ങിച്ചെല്ലുണ്ടായി. ഓ റാബ, ഈ ദിവസങ്ങളിൽ എന്താ പറയുന്നത്, സഹോദരിയെ കർത്താവ് ഒന്നുകൂടെ വെളിച്ചം കൂട്ടാൻ പോവുകയാണ്. ദിവസങ്ങൾ ദൈവസ്ഥാനത്തിൽ ഇരുന്നിട്ട് പ്രവളക്കുന്ന ഏറ്റു പറയാമെങ്കിൽ കർത്താവ് ഒന്നുകൂടി ക്ലെൻസ് ചെയ്തിട്ട്, കർത്താവ് ഒന്നുകൂടി ശുദ്ധീകരിച്ച ചില നന്മകൾ ഒഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചില പ്രത്യേക അവസ്ഥകൾ ദൈവം കടത്തിവിടുന്നുണ്ട്. എന്നാലും കർത്താവ് പറയുന്നു, ദിവസങ്ങൾ എന്റെ പാതപെടുത്തിരിക്കാമെങ്കിൽ ചില വൈശാചിക മണ്ഡലത്തിൽ തകർത്തുകൊണ്ട്, ചിലതൊക്കെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ ചില പ്രത്യേകമായ എന്താ പറയുന്നത്, ഒരു പകർച്ച ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. വിപിൻ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച കർത്താവ് അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. വിപിൻ ദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിപിൻ ദാസ് ഈ ദിവസങ്ങളിൽ വചനം ആയിട്ട് ധ്യാനിക്കണം. ശീതമാനും ഭക്ഷണമാനും ഉദുഭക്ഷണമാനും അല്ലാത്ത രീതിയിൽ പോകാൻ പാടില്ല. കർത്താവിനോട് പറ്റിയിരിക്കുക. എന്നെ പറ്റിയിരിക്കുന്നതിനെ വിടുവിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്നു. ഈ ദിവസങ്ങളിൽ അടുത്തിരിക്കട്ടെ, ദൈവമായിട്ട് അടുത്തിരിക്കട്ടെ. ദൈവം വിടുവിക്കും. ദൈവമായിട്ട് അടുത്തിരുന്ന ആ ദൈവം ഉപയോഗിക്കും കേട്ടോ. വിപിൻ ദാസ് ദൈവമായിട്ട് അടുത്തിരുന്നുകാൻ, യേശുമായിട്ട് അടുത്തിരുന്നുകാൻ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കും. കർത്താവുമായിട്ട് അടുത്തിരുന്നതല്ല, സാന്നിധ്യം അടുത്തിരുന്നാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ഊറാബാസി. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ മഞ്ജു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉറക്കത്തിന് അസ്ഥിനി അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുക്കം നടക്കുന്ന പകൽക്കാലം അത്ഭുതം നടക്കട്ടെ. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. ഊരകതിരി ഹിരകതിരി ഗസ്തി. യെസ്, കർത്താവ് പറഞ്ഞ നിന്നെ ഞാൻ പണിതെടുക്കാൻ പോവുക. ആ സഹോദരിയുടെ ദൂത് പറയുന്നു, കർത്താവ് നിന്നെ പണിതെടുക്കാൻ പോവാ. കർത്താവ് നിന്നെ ഉടച്ചെടുക്കാൻ, വാർത്തെടുക്കാൻ പോവുക. ഒരു പുതിയ അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകാം. ചില ദിവസങ്ങളിൽ ചില കഷ്ടതകളിലൂടെ ആണെങ്കിലും കർത്താവ് പറയുന്നു, നിന്നെ തകർത്ത് കളയുവാൻ വേണ്ടിയല്ല, നിന്നെ പണിത് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി. യെസ്, നിന്നെ പണിത് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ ജിസാസിജുവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓ ജാഖന. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചില കെട്ടുകൾ അഴിച്ച് നിന്നെ ഒരു കുറ്റിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നവരെ കെട്ടിയിട്ടിരിക്കുക. ഓ നിനക്ക് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ പകൽ യേശുവിന്റെ നാമത്തെ കുറ്റിയെ തുറന്നു വിടുക. നീ മുന്നോട്ട് പോവുക, നീ മുന്നോട്ട് പോവുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ട് അഴിച്ചു വിടട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തെ കുറ്റി ഞാൻ പറിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ പറിച്ച് ഞാൻ ദൂരക്കളയുന്നു, കടലിലെറിയുകയാണ്. നീ ഫ്രീ ആകുക. യേശുവിന്റെ നാമത്തിൽ സെറ്റ് ഫ്രീ നൗ, സെറ്റ് ഫ്രീ നൗ, സെറ്റ് ഫ്രീ നൗ. യേശുവിന്റെ നാമത്തിൽ നീ ഫ്രീ ആകും. ദ നെയിം ഓഫ് ജീസസ്.
ഹാലേലുയ്യ. റീബന ഹസ്തിഗിനി. ഹാലേലുയ്യ. കർത്താവിന്റെ കരങ്ങളുടെ എല്ലാവരും ഏൽപ്പിച്ചാലും അത്യാവശ്യമായിട്ട് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ആ മൈക്ക് ഓൺ ചെയ്ത് ഓരോരുത്തരായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. പാസ്റ്റർ അറിയ സമയം ആയതുകൊണ്ട് ഞാൻ പറയാണ്. യേശുവിന്റെ നാമത്തിൽ ഹാലേലുയ്യ. അത്യാവശ്യമായിട്ട് നിങ്ങളെ തൊണ്ട സംബന്ധമായ വിഷയങ്ങൾ കർത്താവ് പനിയാ പാസ്റ്റർ കൂടെ കൂടെ പാസ്റ്റർ മൈക്ക് മ്യൂട്ട് ആയ തൊണ്ട സംബന്ധമായ വിഷയം നിങ്ങൾ എല്ലാവരും മൈക്ക് തുറന്നാൽ പറ്റത്തില്ല. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഷൈനി എന്നെ പേര്. എനിക്ക് സാലി അല്ലേ? ഓക്കെ, ഷാലിയോ ഷൈനിയോ ഒന്ന് കേട്ടില്ല. സാലി അല്ലേ? ഷൈനി. ഓക്കെ, ഷൈനി തൊണ്ട ഇപ്പൊ സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില് തൊണ്ടയും ആ കോൾഡും എല്ലാം മാറട്ടെ. സൈനസ് ഒക്കെ മാറിപ്പോട്ടെ. കർത്താവിനെ കാണിക്കും. തൊണ്ട സൗഖ്യമാക്കണം യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അടിപ്പടലുകളെ സൗഖ്യമാകട്ടെ. The name of Jesus, സൗഖ്യം. The name of Jesus, സൗഖ്യം. യെസ് കർത്താവ് തൊട്ടിരിക്കുന്നതിനായ സ്തോത്രം. ഷൈനിക്കിപ്പോ ആ ഒരു ശരീരത്തിൽ കർത്താവ് തൊടുന്നതിന് അനുഭവം ഉണ്ടല്ലേ? ഇപ്പൊ തൊടുന്നതായിട്ട് കാണുന്നു. കർത്താവ് തൊടുന്നു. നിങ്ങളുടെ കൈയുടെ വലത് കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷൈനി? എന്റെ കൈക്കൊരു തളർച്ച പോലെ ഉണ്ടോ? വേറെ ആരെങ്കിലും കൈക്ക് തളർച്ച പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? കൈക്ക് തളർച്ച, വലത് കൈക്ക് കൈ എപ്പോഴും ഇങ്ങനെ തളർച്ച പോലെ. The name of Jesus. ഓക്കെ, അത്യാവശ്യമായിട്ട് രോഗത്തിന് ആരെങ്കിലും ഭാരപ്പെട്ടു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്റർ പ്ലീസ്? ആരാ വിളിക്കുന്നത്? റേച്ചൽ ജോർജ്. റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേക വിഷയം വല്ലതും ഉണ്ടോ അതോ രോഗമാണോ? പാസ്റ്റർ ഞാന് കുറച്ചു നാളായിട്ട് എലോണാണ് വീട്ടില്. പല കംപ്ലൈന്റ്സ് ഹസ്ബൻഡ് കടന്നുപോയി കഴിഞ്ഞപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു. പല മെഡിസിനും കഴിക്കുന്നുണ്ട്. ഡോക്ടർ തന്ന ഒരു മെഡിസിൻ കഴിച്ചപ്പോ ഇരട്ടി ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും കാണിക്കുന്ന ഒരു മെഡിസിൻ അല്ല കഴിച്ച, പല മെഡിസിൻ ഇങ്ങനെ കൈക്കാത്ത കഴിക്കുന്ന പോലെ മെഡിസിൻ കഴിച്ച വ്യക്തിയാണ്. The name of Jesus. പിന്നെ മുട്ടാണെങ്കിൽ ലിഗമെന്റ് ടിയർ ആയിട്ട് ഇപ്പൊ ഞാൻ അതുകൊണ്ട് ബെഡിൽ തന്നെയാണ് ഇരുന്ന് നേരെ കാല് മടക്കി വെക്കാനോ നീരായിട്ട് സൗകര്യം കൊണ്ട് പ്രാർത്ഥിച്ച് ഇപ്പൊ സൗകര്യം എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? നടക്കുന്നുണ്ട്. ദൈവം നടത്തുന്നു. പിന്നെന്താ വിഷയം? എന്താ നിങ്ങൾ മുട്ട് വലത് കാലാണോ ഇടത് കാലാണോ? വലത് കാല്. പെയിനും സ്വെല്ലിങ്ങുമായിട്ട് ഇത് നീര് കാണുന്നുണ്ട്. നീര് ശരിയാണോ? നീരുമുണ്ട്, പെയിനും ഉണ്ട്. മന്ത് പോലെ ബന്ധനങ്ങൾ അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങളെ ദൈവമക്കളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ച് സൗകര്യം പ്രാർത്ഥിച്ച് നിങ്ങൾ അവിടെ ആയിരിക്കുന്നവരെല്ലാം അന്യഭാഷ പ്രാർത്ഥിച്ചു. ഐക്യതയോടെ പ്രാർത്ഥിക്കാം നമുക്ക്. The name of Jesus. സഹോദരിമേലുള്ള ബന്ധനം അഴിയട്ടെ. ഇപ്പോൾ ഈ സഹോദരിമേലുള്ള ബന്ധനം പഴിയട്ടെ. The name of Jesus. മെഡിസിൻ കഴിക്കുന്ന സ്റ്റോപ്പ് ആകട്ടെ. കുന്നുകണക്കിന് കർത്താവെ ഇങ്ങനെ കൈക്കുമ്പിളിനകത്ത് മെഡിസിൻ കഴിക്കുന്ന പോലെ കഴിക്കുന്നു. അത് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മാറട്ടെ. ശരീരത്തെ നീരുകൾ മാറട്ടെ. സെറ്റ് ഫ്രീ ആകട്ടെ കർത്താവെ. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ ഇപ്പോൾ തന്നെ. സൗഖ്യമാകട്ടെ. സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ടച്ച്, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നിങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? ഒരു ടച്ച് ആത്മാവിന്റെ സൗകര്യം ഉണ്ടോ? അവിടെ ലൈനിലുണ്ടോ? ഞാൻ റൈച്ചൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ റൈച്ചൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മൈക്ക് ഒന്ന് ഓൺ ചെയ്ത മൈക്ക്. ഹലോ, എനിക്ക് ജീസസിന്റെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. That means healing going on. നിങ്ങൾ റിസീവ് ചെയ്യും. Thank you Jesus. ഞാൻ പറഞ്ഞതിന്റെ മൈക്ക് ഓഫ് ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കും, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാം. അവിടുന്ന് സൗണ്ട് വന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അവിടെ പറഞ്ഞത് The name of Jesus. The name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫ്രീ ആകട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്. ശരീരം മുഴുവൻ ദൈവസ്ഥാനത്തിൽ ഇറങ്ങുന്നു. ഒരു കുളിര് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലേ? പറഞ്ഞാലും ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് പോലെ, തണുപ്പ് പോലെ. എങ്ങനെയാണ് ടച്ച് അനുഭവിക്കുന്നത് പറയാവോ? ഒരു ചെറിയ ചൂട്. യെസ്, ദാറ്റ് മീൻസ് ഹീലിംഗ് ഗോയിങ് ഓൺ.
സ്തോത്രം. അതായത് നിങ്ങൾ കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കുന്ന സ്തോത്രം. സംശയം ഉണ്ടായിരുന്നു, വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കും സൗഖ്യമായില്ലെന്ന് പറയും. പക്ഷെ അർത്ഥം എന്താ പറയാ, സൗഖ്യമാക്കിയിട്ടുണ്ട്. എപ്പോഴും പ്രൈസ് ചെയ്യുക, കർത്താവ് എന്നെ സൗഖ്യമാക്കിയനായ നിങ്ങൾ ഒരു ദിവസം 5 or 10 മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു 1000 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല, പറയാ കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കാനായ സ്തോത്രം, കർത്താവിനെ തൊട്ടനായ സ്തോത്രം, എന്നെ ഫ്രീ ആക്കിയനായ സ്തോത്രം. ഞാനൊരു വെളിപ്പാട് പറയട്ടെ. പണ്ടുള്ള കുഞ്ഞുങ്ങള് കണ്ടിട്ടുണ്ടോ? പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ പണ്ടത്തെ കാലത്ത് കക്ക കളിക്കുന്നുണ്ടോ? കളം വരച്ചിട്ട് ഇങ്ങനെ അതെന്താണ്? ആരോഗ്യമാണ് കളിക്കണമെങ്കിൽ, അല്ലേ? അതുപോലെ കർത്താവ് പറയുന്നത് ഞാൻ നടത്തും. ജില്ല പോലെ നാക്കുമെന്ന്. ഞാൻ പ്രയാസം ഇല്ലാതെ ഞാൻ ചാടി എണ്ണിച്ചു. നടക്ക സ്വതന്ത്രം പറ. അല്ല, എനിക്ക് സപ്പോർട്ട് വേണമായിരുന്നു. സപ്പോർട്ട് വേണ്ട, യേശു ഉണ്ട് സപ്പോർട്ടിന്. വേദന ഇല്ല ഇപ്പം മുട്ടന്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നടക്കുവാ ഞാൻ. എഴുന്നേറ്റ് ഒന്നൂടെ എല്ലാരും കാണട്ടെ. ആമേൻ. എല്ലാവരും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായ സ്തോത്രം. മിനിഞ്ഞാന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് എന്റെ സ്റ്റോറി കേൾക്കും വേണ്ട, അദ്ദേഹം തന്ന മരുന്ന് കൊണ്ട് എനിക്ക് ഇരട്ടി പ്രോബ്ലം ആയിരുന്നു. സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നമ്മുടെ സമയം കഴിഞ്ഞു തോന്നല്ലേ പാസ്റ്റേ? കഴിഞ്ഞ വർഷം കുറച്ച് ടൈമിംഗ് ഓവറായി, അതാ ഓരോ സഹോദരങ്ങൾ ഇറങ്ങുന്ന ജോലി. അപ്പൊ നമുക്ക് നിർത്താം അല്ലേ പാസ്റ്റർ? എന്നാ പാസ്റ്റൊക്കെ പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിർത്തുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്ന് മുതൽ ധാരാളമായി കുടുംബമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള അനുഗ്രഹീതമായ വചനങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് ധാരാളമായി കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം നൽകുന്നതിന് വേണ്ടി കർത്താവിൽ പ്രിയ സുരേഷ് ബാബു പാസ്റ്ററെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ കൂടി അളവൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ഹല്ലേലൂയ സ്തുതിപ്പാൻ നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ട ജീവന്റെ വചനം കർത്താവേ അങ്ങയുടെ വിത്തിലൂടെ നൽകിയനായി സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ കർത്താവെ, ദൈവത്തിന്റെ അത്ഭുത വിടുതൽ കാണുവാൻ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം ഇടവരുത്തേക്ക് വെക്കായി സ്തോത്രം. ഞങ്ങൾക്ക് പുതിയതൊന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാൽ ഹല്ലേലൂയ. ഞങ്ങളുടെ ചിന്തകളിൽ